റുക്സാന റുക്സാന എന്താണ് ഒരു ഡെൻസർ മീഡിയം അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്? ബുക്കിൽ നോക്കല്ലോ കേട്ടോ, നോക്കണ്ട് പറ. It shows how a medium influence speed of light. അത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റിനെ ഞാൻ ചോദിച്ചത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് കേട്ട എന്ത് മനസ്സിലാക്കും? ലൈറ്റിന്റെ സ്പീഡ് അതിൽ കൂടുതലാണോ കുറവാണോ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിന്റെ ഒരു എക്സാമ്പിൾ പറയാമോ? Air. അരീന ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിന്റെ എക്സാമ്പിൾ പറയാമോ? ഡയമണ്ട്. എന്താ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് മീൻ ചെയ്യുന്നത്? It shows a medium speed of light. സ്പീഡ് ഓഫ് ലൈറ്റ് എങ്ങനെയായിരിക്കും? Less. സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും അല്ലെ? ഓക്കെ, ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തില്. ഓക്കെ, അതായത് അത് ലൈറ്റിനെ കൂടുതൽ സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, ഭീമ നവാസ്. Sir. ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ഒപ്റ്റിക്കലി റെയറർ മീഡിയം Speed of light more ആയിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാമോ? എയർ. അബിയ സുൽത്താന. വാട്ടറും ഗ്ലാസും ഇതിനകത്ത് റെയറർ മീഡിയം ഡെൻസർ മീഡിയം പറയാമോ? വാട്ടറും ഗ്ലാസും. Water is the rare medium and the glass is the denser medium. Okay. ഭീമ പി സിദ്ദീഖ്. ഗ്ലാസും ഡയമണ്ടും. ഗ്ലാസ് റെയർ. ഗ്ലാസ് ഡയമണ്ട് റെയർ. ഗ്ലാസ് ഡെൻസർ. ഗ്ലാസ് ഡെൻസർ, ഡയമണ്ട് റെയർ അല്ലേ? അനശ്വര ശരിയാണോ? അനശ്വര ശരിയാണോ ഭീമ പറഞ്ഞത്? ഗ്ലാസ് ഡെൻസറും ഡയമണ്ട് റെയർ മീഡിയം ആണോ? മനസ്സിലായില്ല സാർ, ഞാൻ നോട്ട് എഴുതിയെടുത്തായിരുന്നു ഇന്നലത്തെ ക്ലാസ്. എന്റെ റെക്കോർഡ് ക്ലാസ് കേട്ടില്ല? കേട്ടു, നോട്ട് എഴുതിയെടുത്തു. യഹിയ അലി. ഏതാ യഹിയ? ഡെൻസർ മീഡിയം ഏതാ? റെയർ മീഡിയം? ഗ്ലാസും ഡയമണ്ടും എടുത്താ? ഡയമണ്ട് ആണ് ഡെൻസർ മീഡിയം. ഭീമ കേട്ടാ? ആ സ്പീഡ് ഓഫ് ലൈറ്റ് പഠിക്കാൻ പറഞ്ഞു ഞാൻ. AWGD, അവഗാഡ്. അതിനകത്ത് ഗ്ലാസ് കഴിഞ്ഞിട്ടാ ഡയമണ്ട് വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന എയർ ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡർ ആണ് AWGD. എനേക്കാളും കൂടുതലാണ് W, ഡബിനേക്കാളും കൂടുതലാണ് G, ജിനേക്കാളും കൂടുതലാണ് D. അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്ന ഓർഡർ. എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. ഒന്നെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്ന ഓർഡർ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്ന ഓർഡർ. ഓക്കെ, അതാണ് അവഗാഡ്, AWGD കേട്ടോ. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഈ 4 മീഡിയം ആണ് നിങ്ങൾക്ക് പൊതുവെ ചോദിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ സ്പീഡും. ആമിന അഷ്റഫ്, എത്രയാണ് എയറിലെ സ്പീഡ്? എത്രയാണ് ലൈറ്റിന്റെ? 3 into 10⁻³ 3 into 10⁻³ meter per second. 3000 മീറ്റർ ഉള്ള 3 into 10⁸ 10⁸ അല്ലേ? ഓക്കെ. നൗറിൻ, എയറില് ലൈറ്റ് ഈ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക അതോ ചേഞ്ച് ചെയ്യോ? ഒരു മീഡിയത്തിലെ ലൈറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. ലൈറ്റ് ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓക്കെ, ഞാൻ ചോദിച്ചത് എയറിൽ മൊത്തം ഈ സ്പീഡിലായിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുക അതോ സ്പീഡിൽ മാറ്റം വരുമോ? ചെറുതായിട്ട് മാറ്റം വരുള്ളൂ. അതായത് കോൺസ്റ്റന്റ് ആണ്. ഈ സ്പീഡ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഒരു മീഡിയത്തില് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ എയറിലെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 3 into 10⁸ ആണ്. ഓക്കെ ആണല്ലോ? ഇനി എല്ലാവരും നമുക്ക് ഇന്നലെ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ഓക്കെ, അതിനുവേണ്ടി എല്ലാവരും പാത്രമൊക്കെ റെഡിയാക്കി ഫ്രണ്ടിൽ വെച്ചോട്ടോ. ഒരു ചെറിയൊരു ബോൾ എടുത്ത് ഫ്രണ്ടിൽ വെക്കുക. പേരന്റോ ഫ്രണ്ടോ പിന്നെ ബ്രദറോ ആരെങ്കിലും ഒരു ഹെൽപ്പിന് വിളിക്കുക കേട്ടോ. എല്ലാരും വേണ്ട, ഒരാൾ മതി. ഓക്കെ ഓക്കെ, ഒരു കോയിനും വേണം കേട്ടോ. ഒരു കോയിനും വേണം. എന്നിട്ട് എല്ലാരും ചെയ്തിട്ട് പെട്ടെന്നാവട്ടെ. ഒരു 3 മിനിറ്റ് ടൈം തരാം. അതിനുള്ള റെഡി ആക്കട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ എല്ലാവരും വുഡൻ ടേബിളിലാണോ ഇരിക്കുന്നത്?
വുഡൻ ടേബിൾ ആണ് എല്ലാവർക്കും. നമുക്കൊരു അല്ല. പിന്നിങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ടാ, ഒരു പിന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട്. ആരൊക്കെ ഇരിക്കുന്നില്ല അങ്ങനെ? റുക്സാന ഗ്ലാസ് ആണോ? അല്ല. ആ എങ്ങനെ? എന്ത് ഒരു കാർഡ്ബോർഡ് എന്തെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക്? എനിക്ക് ഈ പിന്നൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എക്സാം എഴുതുന്ന ബോർഡില്ലേ, എക്സാം ബോർഡില്ലേ, പേപ്പറൊക്കെ വെച്ച് എഴുതുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഈ പിന്നൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര പേർക്കില്ല? 1 2 3 4 5 6 7 8 9 പേർക്കില്ല അല്ലെ? അനുഷ്വര എങ്ങനെയാ ഇരിക്കുന്നത്? അനുഷ്വര ഞാൻ ഈ ഡൈനിങ് ടേബിൾ ചില്ലിന്റെ ഇരിക്കണം. ഗ്ലാസിന്റെ ആണ്. ആ, അതിനകത്ത് ഗ്ലാസിന്റെ. വേറെ മേശ അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. അയ്യോ അത് പ്രശ്നം. അപ്പൊ നിങ്ങക്ക് ഞാൻ വേറൊരു പരിപാടി ഉള്ള എന്താണെന്നറിയാം, ആ പിന്ന് ഫിക്സ് ചെയ്യണതിന് പകരം ഒരാളെ ഹെൽപ്പിന് വിളിച്ചിട്ട് അത് രണ്ടും ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ പറയാം. ആ പിന്ന് രണ്ടും ഇങ്ങനെ. ഏത് ഓക്കെ, അത് പിന്നെ? ഒഴിവാക്കാനാണ്. പിന്നെ അത് ഞാൻ വരും. നമ്മുടെ കിറ്റിനകത്ത് പിന്ന് കിടക്കുന്നുണ്ട്, പിന്ന്. ഓക്കെ, അപ്പോ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളത് വുഡനായിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും കുത്തി ഇറക്കാനുണ്ട്. ഓക്കെ, ഒരുപാടൊന്നും വേണ്ട. നമ്മളത് ജസ്റ്റ് അത് വീഴാണ്ട് അതൊന്ന്. വലിപ്പം വേണം. എന്തോരം വലിപ്പം വേണം? ഏതിനാ? ഒരു A4 ഷീറ്റിന്റെ വലിപ്പം മതി. ഒരു A4 ഷീറ്റിന്റെ വലിപ്പം. ഓക്കെ, കാരണം അത്രയും പോലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ ഗ്ലാസ് ലാബിന്റെ ഒരു കുറച്ച്, അതായത് ആ ഗ്ലാസ് ലാബ് ഉണ്ടല്ലോ അതിന് ചുറ്റുമാണ്, അതിന് മുകളിലാണ് നമ്മൾ പിന്ന് വെക്കുക. അപ്പൊ ആ ഒരു വലിപ്പം കിട്ടിയാൽ മതി. ആ ഗ്ലാസ് ലാബിന്റെ ഇങ്ങനെ മുകളിലായിട്ടാണ് നമ്മൾ, മുമ്പിലായിട്ടാണ് പിന്ന് വെക്കുക. ആ ഒരു വലിപ്പം കിട്ടിയാൽ മതി. ഗ്ലാസ് ലാബ് ഇത്രേ ഉള്ളൂല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചെറുതുപോലെ ചെറിയ ഇതുപോലത്തെ മതി നോക്കട്ടെ സാർ. ഞാൻ മറ്റേ റെസിസ്റ്ററിന്റെ ആ പാടത്തിലുണ്ടായിരുന്നു. അയ്യോ, അത് ചെറിയൊരു പലകയല്ലേ, അത് ഇത്രയല്ലേ ഉള്ളൂ, ചെറുതല്ല. അല്ല, എന്റെ വലുതായിരുന്നു, അത്യാവശ്യം അത് നോക്കാം. ഗ്ലാസിന്റെ റെക്ടാംഗിൾ ഉള്ളത് വെക്കാൻ മാത്രല്ലേ? ഓക്കെ. ഏതാണ്? ആ കാർഡ്ബോർഡിൽ മതി. കാർഡ്ബോർഡിൽ നമുക്ക് ആ പിന്നിങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. നോക്ക് കേട്ടോ. അതിപ്പോ വേണ്ട, ഞാനിപ്പോ പറഞ്ഞെന്നുള്ളൂ, ഒന്ന് ഉറപ്പിച്ചെന്നുള്ളൂ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എടുത്തു, ആദ്യത്തെ ആക്ടിവിറ്റിക്ക് നിങ്ങൾ എടുത്തു വെക്കേണ്ട ഒരു പാത്രം എടുത്തു വെക്കുക. അതിന്റെ കൂടെ ഒരു കോയിൻ, അത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം കൂടി കേട്ടോ. ഓക്കെ, പെട്ടെന്ന് റെഡി ആക്കാം കേട്ടോ. 3 മിനിറ്റ്, പെട്ടെന്ന് റെഡി ആക്കാം. സാർ പറഞ്ഞോ. സാർ എന്നാ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ പറയോ? നിങ്ങൾ ഒരു ചെറിയൊരു ബൗൾ എടുക്കുക, ഒരു ചെറിയൊരു പാത്രം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു കോയിൻ, 5ന്റെ ഒരു കോയിൻ എടുക്കുക, അതിനകത്തൊക്കെ ഒഴിക്കാൻ വാട്ടർ, പിന്നെ ഹെൽപ്പിന് ആരെങ്കിലും വിളിക്കുക. നിങ്ങൾ തന്നെ ചെയ്ത് ശരിയാവില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഹെൽപ്പിന് ഒരാൾ വേണമെന്ന് പറഞ്ഞത്. എല്ലാം റെഡി ആയോ? ഇനി റെഡി ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി? ഓക്കെ,
നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാത്രം ഫ്രണ്ടിൽ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ കോയിൻ എടുത്ത് അതിന്റെ സെന്ററിൽ നിന്ന് കുറച്ച് നിങ്ങളുടെ നേരെ വരാൻ പാകത്തിന്, അതായത് സെന്ററിൽ വെച്ചിട്ട് പൊടിക്ക് നിങ്ങളുടെ നേരെ ഇറക്കി വെക്കുക. ഓക്കെ, ആ കോയിൻ അവിടെ വെക്കുക. നിങ്ങൾക്ക് അത് കാണാൻ പറ്റണം. ആ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോയിൻ കാണാൻ പറ്റണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. എല്ലാവരും ഒന്ന് താത്തി വെച്ച്, നിങ്ങൾ ആ ഇതിലേക്ക് താത്തി വെച്ച്, എന്താ ആക്ടിവിറ്റി ചെയ്യുന്ന ഡെസ്കിലേക്ക് താത്തി വെച്ച് കാണട്ടെ. തൽക്കാലം സ്ലാബ് ഒന്നും എടുക്കണ്ട, അത് ഇപ്പൊ വേണ്ട. ആ ബോൾ കണ്ട, ആ ബോളിൽ ഇപ്പൊ കോയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാവർക്കും കോയിൻ കാണാൻ പറ്റുന്നുണ്ട്. പേരന്റ് എല്ലാവരും ഒന്ന് വന്നേ, ഒന്ന് ക്യാമറയിലൊന്ന് വന്നേ. പേരന്റ് അച്ചൂടെ കണ്ടു, പിന്നെ ആ റുക്സാനയുടെ കണ്ടു, പിന്നെ ആ മുഹമ്മദ് അയാൻ കണ്ടു, മുഹമ്മദ് അമീൻ കണ്ടു, ഭീമ സിദ്ദീഖ് കണ്ടു, ആഷ്നമോളുടെ കണ്ടില്ലല്ലോ, തഫ്സിയുടെ കണ്ടു, പിന്നെ ഹാരിസിന്റെ കണ്ടു, ആമിന അഷ്റഫ് കണ്ടു, പിന്നെ ഫാത്തിമ സാലയുടെ എവിടെ, മുഹമ്മദ് അയാന്റെ എവിടെ, മുഹമ്മദ് അയാന്റെ കണ്ടു, പിന്നെ ബാക്കിയുള്ളവരെയോ പെട്ടെന്ന് സമയം. യഹിയുടെ കണ്ടു, നൗറിന്റെ കണ്ടു, ബോബിയുടെ കണ്ടു, അൽഹ കണ്ടു, എൽദോസ് പറഞ്ഞോ. ഫാത്തിമ സുബൈർ കണ്ടു. ഫാത്തിമ ഇസ്മായിലിന്റെയോ ഇവിടെ ഉണ്ട് സാർ. ഉണ്ടോ? ഓക്കെ. പിന്നെ ബാക്കിയുള്ളവരോ? ഫാത്തിമ ഇർഫാന, സഹറ, ഫാത്തിമ ടി എൻ, ഓക്കെ, അലൈന, നിഷാന, അനീറ്റ ജോസ്. ഓക്കെ, കണ്ടെങ്കിൽ നിങ്ങൾ മാറിയിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചു. അപ്പൊ ആ പാത്രത്തിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ആ കോയിൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? വാട്ടർ ആഡ് ചെയ്യണ്ട, കോയിൻ അങ്ങനെ വെച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം വാട്ടർ ആഡ് ചെയ്യണ്ട, നിങ്ങൾ ആ കോയിൻ അവിടെ വെച്ചാൽ മതി. വാട്ടർ ആഡ് ചെയ്യുന്ന നേരത്തെ ഞാൻ പറയാം. നിങ്ങൾ ആഡ് ചെയ്യണ്ട വാട്ടർ കേട്ടോ. അതിനാണ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പിന് നിങ്ങളുടെ പേരന്റ് ബ്രദറൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ. അപ്പൊ ആ കോയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പയ്യെ നിങ്ങൾ പുറകോട്ട് നടന്നേ. എന്നിട്ട് ആ കോയിൻ എന്ത് ചെയ്യണമെന്നറിയോ? കോയിൻ കറക്റ്റ് കാണാണ്ടാവുമ്പോ അവിടെ നിന്നോളണം കേട്ടോ. ഇരുന്നാണെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല. ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് നീങ്ങുമ്പോൾ കാണാണ്ടാവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കോയിൻ കാണാണ്ടാവണം. നമ്മൾ കുറച്ച് ബാക്കിലേക്ക് വരുമ്പോൾ കോയിൻ കാണാണ്ടാവും. നമ്മൾ പഠിച്ചേക്കണെയാണ്. ആ കോയിനിൽ നിന്നുള്ള ലൈറ്റ് നമ്മളുടെ കണ്ണിലെത്തിയാൽ മാത്രമേ നമ്മൾ കോയിൻ കാണുള്ളൂ. അപ്പൊ കുറെ കൂടി പുറകിലിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോയിൻ ഡിസപ്പിയർ ആവും. ആ പോയിന്റിൽ നിങ്ങൾ നിന്നോ. ഭീമയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഭീമ കോയിൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ എത്തി നോക്കൊന്നും വേണ്ട. ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് കോയിൻ ഡിസപ്പിയർ ആവുമ്പോൾ അവിടെ നിന്ന് ഇരുന്നിട്ട് പറ്റുമെങ്കിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടന്നോ. ഇരുന്നിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കി വെച്ചാൽ മതി. അപ്പൊ ഇരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ആ പാത്രം ഒരു അല്പം മുന്നിലേക്ക് നീക്കി വെച്ചിട്ട് നോക്കുക കോയിൻ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ കാണണം കേട്ടോ. നിങ്ങൾ ആദ്യം കോയിൻ കാണണം. എന്നിട്ട് പയ്യെ പുറകോട്ട് പോയിട്ട് ഏത് പോയിന്റിലാണോ കോയിൻ കാണാണ്ടാവുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അവിടെ സ്റ്റോപ്പ് ചെയ്തവരൊന്ന് ആൻഡ്രൈസ് ചെയ്തോ. ആ സ്റ്റോപ്പ് ചെയ്തവരൊന്ന് ആൻഡ്രൈസ് ചെയ്തോ. ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് ഓൺ ചെയ്ത് ചോദിച്ചോ. നിങ്ങൾ കൈ പൊക്കേണ്ട ആക്ടിവിറ്റിക്ക് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ചോദിച്ചോ കേട്ടോ. ഓക്കെ, ആ കാണാണ്ടാവും. ഒരു പോയിന്റിൽ കാണാണ്ടായല്ലോ. ഓക്കെ, നമ്മളിങ്ങനെ നോക്കി നിങ്ങളെ കോയിൻ വെച്ചു. എന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് പോയി കറക്റ്റ് ഒരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് എന്തില്ല, ആ കോയിൻ നിങ്ങൾക്ക് കാണുന്നില്ല. ഓക്കെ, ആൻഡ്രൈസ് ചെയ്യാൻ വന്നപ്പോ പിന്നെ നിങ്ങൾ പിന്നെയും കുനിഞ്ഞില്ലേ? അപ്പൊ ഒന്നുകൂടെ ചെയ്യണം കേട്ടോ ആൻഡ്രൈസ് ചെയ്തവര്. ഓക്കെ, പിന്നെയും പോയിട്ട് അതേ പൊസിഷനിൽ തന്നെ ഇരിക്കാൻ നോക്കരുത്. ഒന്നുകൂടി അതുപോലെ ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അൽസാബിത്ത്. എല്ലാവരും പേരന്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈബുക്കി. പേരന്റ് കൂടെ ഇല്ലാത്ത എല്ലാവർക്കും ഉണ്ടല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാം. ഇനി നിങ്ങൾക്ക് റോളില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോ കേട്ടോ. കറക്റ്റ് ആ പോയിന്റിൽ കാണാണ്ടായ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നോക്കി ഇങ്ങനെ ഇരുന്നോ. നിങ്ങളുടെ പേരന്റ് ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ ചെയ്യുന്നതാണ്. വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കോയിൻ മാറാൻ പാടില്ല കേട്ടോ. കോയിൻ മാറാണ്ട് പയ്യ ആ സൈഡിലേക്ക് ഒഴിച്ചാൽ മതി. കോയിന്റെ പൊക്കത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കോയിൻ മാറിപ്പോകും. സാവകാശം ഒഴിക്കുക. നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക. നിങ്ങൾ അവിടെ നിന്ന് അനങ്ങണ്ട കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി. കോയിൻ കാണുന്നുണ്ടോ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ കോയിൻ മാറാണ്ട് നോക്കണേ. വാട്ടർ ആഡ് ചെയ്യുന്നവര് കോയിൻ മാറാണ്ട് നോക്കണേ. അല്ലെങ്കിൽ നമ്മുടെ ഭീമയൊക്കെ കൈയും കാലും എടുത്ത് ഇപ്പൊ ആ കാണാണ്ടായി ഇപ്പൊ തിരിച്ച് കണ്ടു കാണും. വീണ്ടും ഒന്നോടെ ചെയ്യാം കേട്ടോ. ഒന്നോടെ ചെയ്യും. കോയിൻ കാണുവാണെങ്കിൽ നിങ്ങൾ അപ്പ ലോവർ ഹാൻഡ് ചെയ്തോ. കോയിൻ കാണുവാണെങ്കിൽ അപ്പ ലോവർ ഹാൻഡ് ചെയ്തോ തിരിച്ച് കേട്ടോ. നിഷാന കോയിൻ കണ്ട? വാട്ടർ എടുത്തിട്ട് നേരെ കോയിനിലേക്ക് കൂടിയാൽ കോയിൻ മാറിപ്പോവും. അങ്ങനെ ചെയ്യരുത്. പയ്യെ അതിന്റെ സൈഡിലേട്ടേ വാട്ടർ ഒഴിക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് കോയിൻ കണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു. നിങ്ങൾ അനങ്ങണ്ട അവിടെ നിന്ന് കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. കോയിൻ കണ്ടെങ്കിൽ ഓവർ ഹാൻഡ് ചെയ്തോ. കോയിൻ കണ്ടെങ്കിൽ ഓവർ ഹാൻഡ് ചെയ്തോളൂ. അനീറ്റ കണ്ടതാണോ?
ഇതിന് പറയുന്ന പേരാണ് കോയിൻ മാജിക് കേട്ടോ. എന്താണ് മാജിക് എന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി കണ്ടവർ ഇനിയിപ്പോ തീർന്നിട്ടും കണ്ടില്ലേ ഒന്നോടെ റിപ്പീറ്റ് ചെയ്തോ. ഓക്കെ, പേരൻസിന് നന്ദി കേട്ടോ. കണ്ടവർ പൊക്കോ, കണ്ടവരുടെ പേരന്റ് പൊക്കോ. ഓക്കെ, താങ്ക് യു. ഇനി ബാക്കിയുള്ളവർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്തോ. ചുമ്മാ കണ്ടു എന്ന് പറയരുത് കേട്ടോ, വെറുതെ കണ്ടു എന്ന് പറയരുത്, കണ്ടെങ്കിൽ മാത്രം കണ്ടു എന്ന് പറയാം കേട്ടോ. ഒന്നോടെ റിപ്പീറ്റ് ചെയ്തോ, വെള്ളം കളഞ്ഞിട്ട് ഒന്നോടെ റിപ്പീറ്റ് ചെയ്തോ. കാണാത്തവര് അനുശ്വര കണ്ടില്ല? ഓക്കെ, ഒന്നോടെ റിപ്പീറ്റ് ചെയ്തോ. കാണാത്തവർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്തോ. നമുക്ക് സമയം തരാം കേട്ടോ. കള്ളം പറയരുത് കേട്ടോ, കാണാണ്ട് കണ്ടു എന്ന് പറയരുത്. അത് അപകടമാണ്, നിങ്ങൾക്കും അപകടമാണ്, എനിക്കും അപകടമാണ് കേട്ടോ. കാണാണ്ട് കണ്ടു എന്ന് പറയരുത്, കണ്ടെങ്കിൽ മാത്രം കണ്ടു എന്ന് പറയാം. ഫാത്തിമ ബീവി കണ്ടിട്ടില്ല. ഫാത്തിമ ഇർഫാൻ എത്ര പേര് കാണാത്തുണ്ട്? 4 പേര് കാണാത്തുണ്ട്. ഓക്കെ, ബാക്കി എല്ലാരും കണ്ടു. എൽദോസ് കണ്ടില്ലേ? ഓക്കെ. അൽസാബിത്തെ ആരാ അൽസാബിത്ത? കോയിൻ മാറ്റി അവിടുന്ന്? ഏത് കോയിനോ? അൽസാബിത്ത് നോക്കിയ കോയിൻ? പേരന്റും അല്ല നമ്മളും അല്ല, പിന്നെ ആരാ ഇടയ്ക്ക് മാറ്റിയ? നല്ല പ്രേതം എന്തെങ്കിലും ആണോ? എങ്ങനെ മാറിയ കോയിന്റെ പൊസിഷൻ അൽസാബിത്തെ? ബാക്കി ചെയ്തോ. ആ സമയത്ത് ബാക്കിയുള്ളവർ ചെയ്തോ. ഞാനിങ്ങനെ ആ സമയം ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കോമഡി ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർ ചെയ്തോ കേട്ടോ. ഓക്കെ, അപ്പൊ ആർക്ക് പറയാ? എന്താ കോയിൻ മാറിയോ? ശരിക്കും കോയിൻ മാറിയോ? തഫ്സിയ, കോയിൻ ശരിക്കും മാറിയാർന്നോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞത്. ഡോണ്ട് ബിലീവ് എവരിത്തിങ് യു സീ. കാണുന്നതെല്ലാം വിശ്വസിക്കരുത് കേട്ടാ. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നമ്മൾ ഇനി ഒരു ആക്ടിവിറ്റിയോടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞോ? ബാക്കിയുള്ളവരാ എല്ലാരും കിട്ടിയോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും കിട്ടി, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ആക്ടിവിറ്റി 1 എന്ന് ഹെഡിങ് കൊടുത്തോ. ആക്ടിവിറ്റിയുടെ പേര് മാജിക് കോയിൻ കേട്ടോ. ആക്ടിവിറ്റി 1, ആക്ടിവിറ്റിയുടെ പേര് മാജിക് കോയിൻ. ഓർണോടെ ചെയ്തിട്ട് എഴുതിയാൽ മതി. ഒരു ആക്ടിവിറ്റിയോടെ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ തിയറി പോർഷൻ എഴുതാം കേട്ടോ. ഒരു ആക്ടിവിറ്റിയോടെ ഉണ്ട്. ഓക്കെ, അപ്പൊ കോയിൻ നിങ്ങള് പൊസിഷൻ മാറി കോയിൻ ഇരുന്നത് കണ്ടു അല്ലെ? ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യന്റെ വീണ്ടും ഇവിടെ പ്രസക്തി ഉണ്ട്. എന്താ? ഞാൻ അനശ്വരയുടെ അടുത്തല്ലേ ചോദിച്ചേ? അനശ്വര എന്തുകൊണ്ടാണ് ഈ പെൻ ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചില്ലായിരുന്നോ? അനശ്വര ഇവിടെ? അപ്പൊ അനശ്വര എന്താ പറഞ്ഞേ? സാർ അവിടെ വച്ചേക്കുന്നോണ്ടല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ കോയിൻ എവിടെ കാണാമായിരുന്നു? കോയിൻ നിങ്ങൾ കാണാൻ പറ്റില്ലായിരുന്നു. കോയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ. പക്ഷെ വയ്ക്കുന്ന സ്ഥലത്തിന് പ്രസക്തി ഇല്ല എന്ന് മനസ്സിലായോ? ഒബ്ജക്റ്റ് എവിടെ വയ്ക്കുന്നു എന്നുള്ളതിന് പ്രസക്തി ഇല്ല, പക്ഷെ ലൈറ്റ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. ഓക്കെ, ലൈറ്റ് എവിടെ നിന്ന് വരുന്നത് പോലെയാണ് നമ്മുടെ ബ്രെയിനും ഐയും ഒക്കെ അസീം ചെയ്യുന്ന അവിടെയായിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് കാണുക. ഓക്കെ, അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാണ്. ഒബ്ജക്റ്റ് ഇല്ലാത്തടത്ത് ഒബ്ജക്റ്റിനെ കാണിച്ചു തരുവാണ്. ഓക്കെ, ഇനി ഇതുപോലത്തെ വേറൊരു ആക്ടിവിറ്റി കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ഇത് കാണുമ്പോൾ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ് ലാബ് എല്ലാവരും എടുത്തേ. ഗ്ലാസ് ലാബ് കൈ പിടിച്ചാൽ മതി. ഗ്ലാസ് ലാബ് എല്ലാവരും എടുത്തോ. അത് ഇങ്ങനെ വയ്ക്കുക കേട്ടോ. ഗ്ലാസ് ലാബ് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് എല്ലാവരും ആക്ടിവിറ്റി ചെയ്യുന്ന ഡെസ്കിലിട്ട് ഞാനൊന്ന് കണ്ടോട്ടെ കേട്ടോ. എല്ലാവരുടെ ഗ്ലാസ് ലാബും വെച്ചിരിക്കുന്ന ഒന്ന് കണ്ടോട്ടെ. ഒന്ന് കാണിച്ചു, എല്ലാവരും ക്യാമറ കാണിച്ചു. എല്ലാവരും ഉണ്ടോ നോക്കട്ടെ. യഹിയുടെ കണ്ടു. എല്ലാവരും ഒന്ന് ക്യാമറയിൽ ഒരു 30 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് പിടിച്ച് നിൽക്കാമോ എനിക്ക് വേണ്ടി? എനിക്കൊന്ന് മൊത്തം നോക്കി പോകാൻ വേണ്ടിട്ടാ. റുക്സാന പെട്ടെന്ന് ഇവരൊക്കെ വെയിറ്റ്. ഇവരുടെ കൈ വേദനിച്ച റുക്സാന പെട്ടെന്ന് പിടിച്ചോ. അലൈന, ഹന ഫാത്തിമ ക്യാമറ പിടിക്കാം. ഓക്കെ, എൽദോസ്, ഓക്കെ. അപ്പൊ എല്ലാവരും ഗ്ലാസ് ലാബ് ഉണ്ടല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി മതി. വച്ചോ. നിങ്ങൾ ഇങ്ങനെ വയ്ക്കുക. ഗ്ലാസ് ലാബ് ഇതുപോലെ വയ്ക്കുക. ഓക്കെ, ഗ്ലാസ് ലാബ് ഇതുപോലെ വെച്ചിട്ട് എല്ലാവരും വെച്ചാ? നിങ്ങളുടെ ബുക്കിൽ വെച്ചാലും മതി. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു കോയിൻ ഉണ്ടല്ലോ. കോയിൻ എടുത്തിട്ട് എന്ത് ചെയ്യാ? ഈ ഗ്ലാസ് ലാബിന്റെ ഫ്രണ്ടിൽ വെക്കുക. കോയിൻ എടുത്തിട്ട് ഗ്ലാസ് ലാബിന്റെ ഫ്രണ്ടിൽ വെക്കുക. അത് എവിടെ വെക്കുക? കോയിൻ വെക്കുക.
ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ സെല്ലോ ടേപ്പ് എടുത്ത് വെക്കുകയാണ്. ഓക്കെ, ഗ്ലാസ് ലാബിന്റെ ഫ്രണ്ടിൽ കോയിൻ വെക്കുക. എല്ലാരും വെച്ചാ? ഗ്ലാസ് ലാബിന്റെ ഫ്രണ്ടിൽ കോയിൻ വെച്ചല്ലോ? എല്ലാരും വെച്ചില്ലേ? വച്ചു. ഓക്കെ, ഇനി നിങ്ങൾ നേരെ, അതായത് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്ലാസ് ലാബിലൂടെ ആ കോയിൻ ഇങ്ങനെ നേരെ നോക്കി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഗ്ലാസ് ലാബിലൂടെ കോയിൻ ഒന്ന് നോക്കി. എല്ലാരും നോക്കി ഗ്ലാസ് ലാബിലൂടെ കോയിൻ. ആരാ നിഷാനെയും നോക്കുന്നില്ല? നോക്കൂ, ഗ്ലാസ് ലാബിലൂടെ കോയിൻ നോക്ക്. എന്തെങ്കിലും കുഴപ്പം ആ കോയിന് തോന്നുന്നുണ്ടോ? എന്നെ ശരിക്കൊന്ന് നോക്കി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കുഴപ്പമുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത്ര സമയം എടുക്കുന്ന കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. നിങ്ങൾ കുഴപ്പം കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുമായിരിക്കും അല്ലെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആർക്കെങ്കിലും കുഴപ്പം തോന്നിയോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ ഗ്ലാസ് ലാബ് ഇങ്ങനെ പയ്യെ പയ്യെ ചെരിച്ച് ആ കോയിന്റെ സൈഡിലിട്ട് പയ്യെ പയ്യെ ചെരിച്ച്, പയ്യെ പയ്യെ കോയിന്റെ സൈഡിലിട്ട് ചെരിച്ച്, ഗ്ലാസ് ലാബ് എടുത്തിട്ട് പയ്യെ പയ്യെ പയ്യെ, എന്നിട്ട് ആ കോയിനിൽ ചെന്ന് മുട്ടിച്ചോ. എന്നിട്ട് കോയിന്റെ പൊക്കത്തേക്ക് അത് വെച്ചോ. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി. ഗ്ലാസ് ലാബ് എടുക്കുക, എന്നിട്ട് പയ്യെ ചെരിച്ച് 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 കോയിന്റെ നേരെ ചെരിച്ച് പയ്യെ പയ്യെ. നിങ്ങൾ ആ ഗ്ലാസ് ലാബിൽ കൂടെ നോക്കണം കേട്ടോ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോന്ന്. ചേഞ്ച് ഒന്നുകൊണ്ടോ തോന്നിയില്ലെങ്കിൽ വീണ്ടും ബാക്ക് റിപ്പീറ്റ് ചെയ്യുക. ചേഞ്ച് തോന്നിയവരെ ഹാൻഡ് റൈസ് ചെയ്തോ കേട്ടോ. ചേഞ്ച് തോന്നിയവരെ ഹാൻഡ് റൈസ് ചെയ്തോ, അല്ലാത്തവര് റിപ്പീറ്റ് ചെയ്തോ. അതായത് ഇങ്ങനെ വെക്കുക, ഗ്ലാസ് ലാബ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് പയ്യെ 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 കോയിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. കൊടുന്ന് ലാസ്റ്റ് കോയിന്റെ പൊക്കത്ത്. അപ്പൊ കോയിനെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കോയിന് എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ചെയ്തോ, എല്ലാരും ചെയ്തോ. കാണട്ടെ, എല്ലാരും ഒന്ന് കാണട്ടെ. ഭീമ നവാസ് ചെയ്തോ? ഭീമ നോക്ക്. യഹിയക്ക് ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്നിട്ട് ആൻഡ്രൈസ് ചെയ്യാത്ത എന്തേ? യഹിയക്ക് എന്ത് ചേഞ്ചാ ഫീൽ ചെയ്ത യഹിയ? അനങ്ങുന്നുണ്ട്. ഓക്കെ, അനങ്ങുന്നുണ്ടെന്നാണ് യഹിയ പറയുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ആൻസർ എവിടെന്നെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഓക്കെ, ഇനി വേറെ ആർക്ക് പറയാം? അൻഷിതിന് എന്ത് പറയാം? നീങ്ങണ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ നീങ്ങണ നിങ്ങളുടെ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു വാക്ക് അവിടെ യൂസ് ചെയ്യുക, അപ്പിയർ ടു ചേഞ്ച് എന്ന് പറയാം. അല്ലെ? നിങ്ങളുടെ പോലെ തോന്നുന്നവന് നമ്മൾ പറയല്ലേ, അവിടെ നിന്ന് വരുന്നത് പോലെ തോന്നും. നമ്മൾ പഠിച്ചിരിക്കുന്ന വാക്കാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ അപ്പിയർ ടു ചേഞ്ച്. പറഞ്ഞോ, അലൈന പറഞ്ഞോ. അലൈനക്ക് എന്താ തോന്നുന്നത്? അലൈനക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഇരുന്ന പൊസിഷനിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നീങ്ങണം. ഓക്കെ, പിന്നെ ബാക്കി? ഓക്കെ, ജീലാനെ അതിർത്ത് കറക്കിക്കൊണ്ടിരുന്ന ആ ഗ്ലാസ് ലാബ് നിലത്ത് വീണ് പൊട്ടും കേട്ടോ. ബോബി പറഞ്ഞോ, ബോബിക്ക് എന്താ ഫീൽ ചെയ്തേ? സാർ, ഇത് വെച്ചപ്പോ താഴത്തോട്ട് ഷാഡോ കണ്ടു. നേരിൽ ഷാഡോ കണ്ടു? ഈ ഗ്ലാസിന്റെ ഇതെന്താ? കോയിൻ നോക്കിയോ? കോയിനിൽ എന്താ കണ്ടേ? കോയിൻ ഇച്ചിരി ഫ്രണ്ടിലേക്ക് നീങ്ങി. ഓക്കെ, ഫ്രണ്ടിലേക്ക് നീങ്ങി അല്ലെ? ഇനി നിങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് നോക്കട്ടോ. മുകളിൽ നിന്ന് നോക്ക്. ഓക്കെ, എന്നിട്ട് മുകളിൽ നിന്ന് പയ്യെ പയ്യെ അത് പുറകോട്ട് എടുക്കുക, ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുവരിക കേട്ടോ. കോയിൻ പയ്യെ മുകളിൽ നോക്കിയിട്ട് പയ്യെ പയ്യെ എന്ത് ചെയ്യുക? ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ എന്താ കാണുന്നത്? മുകളിൽ നോക്കുമ്പോ ആ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇപ്പൊ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നേന്നുള്ളൂ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പൊ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നു, ആ ഒരു വ്യത്യാസമുള്ളൂ. എന്തായാലും കാണുക. ഇപ്പൊ എന്ത് കാണുന്നുണ്ട്? ആർക്ക് പറയാം? പറഞ്ഞോ. പുറകിലേക്ക് വരുവാണ്. പിന്നെ വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? ഈ പുറകിലേക്ക് വരുവാന്നല്ല, എന്താണ്? ചെറുതായ പോലെ തോന്നുന്നുണ്ടോ? എങ്ങോട്ട് പോകുമ്പോ? പുറകിലോട്ട് കൊണ്ടുപോകുമ്പോ ചെറുതാവണ പോലെ തോന്നും. മുമ്പിലോട്ട് കൊണ്ടുപോകുമ്പോഴോ വലുതാവണ പോലെ തോന്നുന്നു. എന്താ സൈസ് വലുതാവുന്ന പോലെ തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഒരു സാധനം നമുക്ക് അടുത്തിരിക്കുമ്പോഴാണോ ദൂരെ ഇരിക്കുമ്പോഴാണോ സൈസ് വലുതായിട്ട് തോന്നുക? അടുത്തിരിക്കുമ്പോഴായിരിക്കോ ദൂരെ ഇരിക്കുമ്പോഴായിരിക്കോ? ആർക്ക് പറയാം? അടുത്തിരിക്കുമ്പോ അല്ലെ? എന്റെ ഈ മൊബൈലിന് 3-നേക്കാളും സൈസ് ഉണ്ട് അല്ലേ? കാരണം 3 ദൂരെ ആയതുകൊണ്ട് എന്റെ 3-നേക്കാളും എന്റെ മൊബൈലിന് സൈസ് ഉണ്ടെന്ന് പറയും പോലെ അടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് സൈസ് കൂടുക. അപ്പൊ നിങ്ങൾ സൈസ് കൂടുക എന്നുള്ളതിന് പകരം ഞാൻ വേറൊരു വാക്ക് യൂസ് ചെയ്തോട്ടെ. അത് കുറച്ചുകൂടി മുന്നിലേക്ക് വന്നു, ശരിയല്ലേ?
അത് കുറച്ചുകൂടി മുന്നിലേക്ക് വരുമല്ലേ? നിങ്ങളൊന്ന് നോക്കിയേ, അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകും തോറും അതൊന്ന് മുകളിലേക്ക് കയറി വരുമല്ലേ അത്. ഇനി നോക്കി നിങ്ങൾ ഒന്നോടെ ചെക്ക് ചെയ്തേ, അതൊന്ന് മുകളിലേക്ക് കയറി വരുവാണ്. ഓക്കെ, കണ്ട ഇത് തന്നെയായിരിക്കും എവിടെയും നടന്നത്. ഇത് തന്നെയായിരിക്കും എവിടെ നടന്നത്? ആർക്ക് പറയാം? വെള്ളത്തിൽ നമ്മുടെ കോയിൻ ഇട്ടപ്പോഴും നടന്നത് ഇത് തന്നെയാണ്. എന്താണ് ഇതിന് കാരണം? പൊസിഷൻ മാറാണ്ട് നമ്മളെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്തിനാണ്? ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നമുക്ക് മനസ്സിലായി വാട്ടറിൽ. ഇനി ഇതൊക്കെ റിഫ്രാക്ഷന്റെ എക്സാമ്പിൾ. അപ്പൊ റിഫ്രാക്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് മാജിക് കോയിൻ കേട്ടോ. കുറെ കുട്ടികൾ ഇവിടെ എക്സാം ഇട്ടപ്പോ റിഫ്രാക്ഷന്റെ എക്സാമ്പിൾ മാജിക് കോയിൻ എഴുതി വെച്ചേക്കുവാണ്. എന്ത് മാജിക് കോയിൻ? നിങ്ങളുടെ നോക്കുന്ന ടീച്ചർ നോക്കുമ്പോൾ മാജിക് കോയിൻ എന്താണെന്ന് ടീച്ചറിന് അറിയാവോ? നമ്മൾ ചെയ്ത്, അതുകൊണ്ട് നിങ്ങൾ അത് വിശദം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് ലാബിന്റെ ആക്ടിവിറ്റി എല്ലാവരും ക്ലിയർ ആണോ? നമ്മൾ ഇങ്ങനെ നോക്കി. ഇനി നിങ്ങളുടെ ലെറ്റേഴ്സ് നോക്കിക്കോ, നിങ്ങളുടെ ബുക്കിൽ വെച്ച് നോക്കി പിള്ളേരെ. ബുക്കിലൊന്ന് വെച്ച് നോക്കി. ബുക്കിൽ വെച്ചിട്ട് പയ്യെ താഴേക്ക് കൊണ്ടുവന്ന് നോക്കി. എന്താ കാണാൻ പറ്റുന്നേ? പറഞ്ഞോ ഒരാൾ പറഞ്ഞോ. മേളിലേക്ക് പൊങ്ങി വരുന്നതായിട്ട്. മേളിലേക്ക് പൊങ്ങി വരുന്ന പോലെ കണ്ട? ബുക്കിൽ വെച്ചത് അതേ റിപ്പീറ്റ് ചെയ്തോ കണ്ട? ചിലർ പറയും സൈസ് കൂടി എന്നൊക്കെ പറയും. സൈസ് കൂടിയതല്ല, നിങ്ങൾ മാറ്റി വെക്കിയ സെയിം സൈസ് ആണ്. പക്ഷെ നമ്മുടെ കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് സൈസ് കൂടി എന്നൊക്കെ. നോക്കി കണ്ട? ബുക്കിൽ നിന്ന് പയ്യെ അതിങ്ങനെ ടിൽറ്റ് ചെയ്ത് ബുക്കിലേക്ക് വെച്ചിട്ട് നോക്കുന്നു. ഇതുപോലെ ഞാനിവിടെ ചെയ്യാം. ഇതുപോലെ ബുക്കിലേക്ക് പയ്യെ നിങ്ങൾ മോളിൽ നോക്കി. എന്താ കാണുന്നത്? കണ്ട? ഇങ്ങനെ വെക്കുക, എന്നിട്ട് പയ്യെ ചെരിച്ച് കൊണ്ടുവന്നിട്ട് നോക്കുക. എന്താ കാണുന്നത്? പറ. ഫാത്തിമ സുബൈറിന് എന്താ കണ്ടേ? ഫാത്തിമ സുബൈർ, വലിയ സൈസ് ആയിട്ട് തോന്നുന്നു. സൈസ് വലുതാവുന്നുണ്ടോ? ആ ഗ്ലാസ് ലാബ് മാറ്റി വെക്കിയ സൈസിൽ മാറ്റം ഉണ്ടോന്ന്? ആ ഗ്ലാസ് ലാബ് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ മാറ്റി വെക്കിയേ. സൈസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറ്റണം. ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി നോക്കി. സൈസിൽ മാറ്റം ഉണ്ടോ? സൈസ് വലുതായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സൈസ് വലുതായ പോലെ ഫാത്തിമ സുബൈറിന് തോന്നാൻ കാരണം എന്തായിരിക്കും? അത് മുന്നിലേക്ക് വന്നോണ്ട്. റിഫ്രാക്ഷൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. റിഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും പേടിപ്പിക്കില്ല കേട്ടോ. ഓക്കെ, മനസ്സിലായ? അപ്പൊ അത് മുന്നിലേക്ക് വന്നു, അത് കുറച്ച് മുകളിലേക്ക് വന്നു. ഇത് തന്നെയാണ് കോയിനിലും നടന്നത്. കോയിൻ എന്ത് ചെയ്തു? കുറച്ച് മുകളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലെ? കോയിൻ ആരും മുകളിലേക്ക് വന്നിട്ടില്ല. കോയിൻ അപ്പിയർ ടു ബി റൈസ്ഡ്. ഓക്കെ, കോയിൻ റൈസ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നി. അല്ലെങ്കിൽ ഇവിടെ കണ്ട ലെറ്റേഴ്സ് എന്ത് ചെയ്തു? ഒന്ന് ഉയർന്നു വരുന്ന പോലെ നമുക്ക് തോന്നി. എല്ലാവർക്കും തോന്നിയോ? തോന്നാത്ത ആരെങ്കിലും കൈ വെക്കോ? ഇതിങ്ങനെ പഠിച്ചാൽ പിന്നെ മറക്കൂല. അതാണ്. മുഹമ്മദ് അൻഷീദിന് തോന്നിയില്ല? കോയിൻ നീങ്ങണമല്ലോ സാർ. കോയിൻ നീങ്ങണമല്ലോ. കോയിൻ അനങ്ങുന്നു. കോയിൻ എങ്ങോട്ട് നീങ്ങി? ഫ്രണ്ടിലേക്ക്. അതായത് മുകളിൽ നോക്കുമ്പോ എങ്ങോട്ടാ നീങ്ങുന്നത്? മുകളിലേക്ക്. അത്രേ ഉള്ളൂ. മുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കണ്ടോ അതിങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്ന കാണാൻ പറ്റും. പയ്യെ ചെയ്ത് നോക്കിയാ, നിങ്ങൾ ആ ബുക്കിൽ തന്നെ ചെയ്ത് നോക്കൂ. കണ്ടോ? മുകളിലേക്ക് ഉയർന്ന് കയറി വരുന്ന പയ്യെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ മതി. കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ പയ്യെ ചിരിക്കുമ്പോൾ കണ്ടോ അതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇറ്റ് അപ്പിയർ ടു ബി റൈസ്ഡ്. കണ്ടോ? ഇറ്റ് അപ്പിയർ ടു ബി റൈസ്ഡ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ. ഇനിയുണ്ടൊരു ആക്ടിവിറ്റി കേട്ടോ. നമുക്ക് ഞാൻ ഒരു ആക്ടിവിറ്റിയുടെ കേസ് ഞാൻ വിട്ടുപോയി. ആ ആക്ടിവിറ്റിക്ക് നിങ്ങൾ പെട്ടെന്ന് ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തോണ്ട് വരാമോ? ഒരു ഗ്ലാസ് വാട്ടർ പെട്ടെന്ന് എടുത്തോണ്ട് വാ. കുടിക്കരുത് കേട്ടോ, പെട്ടെന്ന്. പറഞ്ഞോ. സത്യത്തില് കോയിൻ നീങ്ങണ്ടോ? ഇല്ല, നീങ്ങള സാറ് നേരത്തെ ബൗളിൽ ഇരിക്കണുള്ളതുകൊണ്ട് അതല്ലാണ്ട് വേറെ ആണോ? അത് മതി. അതിന്റെ പരിപാടി തീർന്നേക്കണേ. ഒരു ഗ്ലാസ് എടുത്താൽ മതി. എന്നാ ഒരു ഗ്ലാസ് ഉണ്ടാവും, ട്രാൻസ്പെറന്റ് ഗ്ലാസ് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റണം. ട്രാൻസ്പെറന്റ് ഗ്ലാസ് എടുത്തോണ്ടോ, പെട്ടെന്ന് എടുത്തോണ്ടോ. ചില്ല് ഗ്ലാസ് എടുത്തോണ്ടോ. കുപ്പി ഗ്ലാസ്, ചില്ല് ഗ്ലാസ്. ഓക്കെ, ട്രാൻസ്പെറന്റ് ആവണമെന്നുള്ളൂ. പെട്ടെന്ന് പോയി എടുത്തോണ്ടോ. ട്രാൻസ്പെറന്റ് ആയാൽ മതി, വേറെ കണ്ടീഷൻ ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് അതിനകത്തേക്ക് ഇട്ടേക്ക് കേട്ടോ. ആമിനൊക്കെ ഞെട്ടുവോ ഈ സാറെന്താ പറയണേന്നല്ലേ? പെൻസിൽ എടുത്ത് വെള്ളത്തിലേക്ക് ഇടാനോ? ഓക്കെ, പെൻസിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് എടുത്തിട്ടോ.
സ്പൂണോ എന്തെങ്കിലും മതി. ആ വെള്ളത്തിലേക്ക് എടുത്തിട്ടോ. ആദ്യം വാട്ടർ ആഡ് ചെയ്തോ, പകുതി വാട്ടർ ആഡ് ചെയ്തോ, പകുതി അതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്തോ. എന്നിട്ട് ആ പെൻസിൽ എടുത്ത് ആ വാട്ടറിലേക്ക് ഇട്ടോ. പെൻസിൽ എടുത്ത് ആ വാട്ടറിലേക്ക് ഇട്ടോളൂ. ആ ഒരു ഗ്ലാസ് എടുക്കുക, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ പകുതി വാട്ടർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പെൻസിലോ പേനയോ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്തേക്ക് ഇടുക. പേന ഇട്ടിട്ട് ഇനി ലീക്ക് അടിച്ചു പോയി എന്റെ അടുത്ത് പറയരുത്, അതാ പെൻസിൽ ഇട്ടോളാൻ പറഞ്ഞു. ഓക്കെ, പേന ഇടണേ പേന ഇട്ടോ, കുഴപ്പമൊന്നുമില്ല, പേന ഇട്ടോ. സാർ ആ പറഞ്ഞോ. ആ കോയിൻ ഒരു സർക്കിളിന്റെ ഉള്ളിൽ വെച്ചിട്ട് താത്തിപ്പോ അതിന്റെ വെളിയിൽ പോയില്ലോ. ആ അതിന്റെ സൈസ് അത് ഫ്രണ്ടിലേക്ക് വരുമല്ലേ? ഓക്കെ, അത് ഫ്രണ്ടിലേക്ക് വരുമല്ലേ? അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമല്ലോ, അതാണ് കാണാത്തത്. അതിന്റെ വെളിയിൽ പോയി എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ അകത്ത് വെച്ചോ. ആ ഒരു കറക്റ്റ് ഒരു സർക്കിളിന്റെ ഉള്ളിൽ വെച്ചു. ആ അപ്പൊ അതെന്താ, അത് മുന്നോട്ട് വന്നോണ്ടിരിക്കുവല്ലേ? അപ്പൊ നമ്മൾ സൂം ചെയ്യുന്ന എഫക്റ്റാ, സൂം ചെയ്യുന്ന. ആ അത് ഇത് മാറ്റി കഴിഞ്ഞാലും വെളിയിലിരിക്കണപ്പ. ഏത് സ്ലാബ് മാറ്റി കഴിഞ്ഞാലും വെളിയിലോ? ആ നീ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുക, ഞാൻ പറയാം കേട്ടോ, എന്നാ നോക്കട്ടെ. ഓക്കെ, കഴിഞ്ഞോ? എല്ലാരും എടുത്തോ? എന്നിട്ടൊന്ന് നോക്കിയ പിള്ളേർ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അതിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എന്തെങ്കിലും പ്രത്യേകത അതിന് തോന്നുന്നുണ്ട്. ഇതിന്റെ പേരാണ് മാജിക് പെൻസിൽ കേട്ടോ. മാജിക് കോയിൻ കണ്ടു, ഇനി നമ്മൾ മാജിക് പെൻസിലാ. നോക്കിക്കോ അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ആ അൽസാബിത്ത് കണ്ടോ? അൽസാബിത്ത് കണ്ടോ? എന്താ അൽസാബിത്ത കണ്ടേ? വലുതായി. വലുതായി അവിടെ വരെ എവിടെ വെച്ചാ വലുതായി എന്ന് പറയാമോ? അതാ എനിക്ക് വേണ്ട. എവിടെ വച്ച് വലുതായി? വെള്ളത്തിന്റെ താഴത്തേക്ക്. വെള്ളത്തിന്റെ താഴത്തേക്ക്. വെള്ളത്തിന്റെ എവിടെ വെച്ചിട്ട്? അപ്പൊ വെള്ളത്തിന്റെ താഴേക്ക് എന്ന് പറയുമ്പോ എവിടെ വെച്ചിട്ടായിരിക്കും അത് വലുതായിട്ട് കണ്ടു? പിന്നെ വേറെ എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ടോ ആരെങ്കിലും? വലുതായി എന്നുള്ളത് മാത്രമാണോ? ആ മുഹമ്മദ് ആയാൻ പറഞ്ഞോ. പകുതി മുറിഞ്ഞിരിക്കണല്ലോ. മുറിഞ്ഞു. വെരി ഗുഡ്. മുറിഞ്ഞു അല്ലെ? എവിടെ വെച്ചാ മുറിഞ്ഞെന്ന് പറയാമോ? എവിടെ വെച്ചാ മുറിഞ്ഞു? അതാ എനിക്ക് ഇതിന്ന് വേണ്ട. എവിടെ വെച്ച് മുറിഞ്ഞു? ആ വെള്ളത്തിന്റെയും എയറിന്റെയും നടുക്ക് അവിടെ, അതല്ലേ ബൗണ്ടറിയിൽ വെച്ചിട്ട് അല്ലെ? വാട്ടറിന്റെയും എയറിന്റെയും ആ സർഫസ് ഓഫ് സെപ്പറേഷൻ, ആ സെപ്പറേഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? അത് മുറിഞ്ഞത്. ഇനി മുറിയാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാരും കണ്ടോ? ഒരു സൈസിന് ഒരു ഡിസ്റ്റോർഷൻ അല്ലേ? ചിലപ്പോൾ ഇത് വണ്ണം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഒടിഞ്ഞൊക്കെ ഇരിക്കാം, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ഇതിന് കാരണം? എന്തായിരിക്കും ഇതിന് കാരണം? ഇതിന് കാരണവും നേരത്തെ പറഞ്ഞ അതേ കാരണമാണ്. ഓക്കെ, നേരത്തെ നമ്മൾ കോയിൻ കണ്ടില്ലേ, സ്ലാബിൽ വെച്ചപ്പോ സ്ലാബിൽ കണ്ടില്ലേ, അത് തന്നെയാണ് ഇവിടെയും നടന്ന്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒക്കെ പിന്നിൽ ആ ഒരു സയൻസ് ഡീപ്പായിട്ട് എന്താന്ന് പഠിക്കാൻ പോവാണ്. ഇപ്പൊ നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി, ഇതിന്റെയൊക്കെ ഒബ്സർവേഷൻ അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് ആ കാര്യം. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും ക്ലിയർ അല്ലേ? ക്ലിയർ ആവാത്തതുകൊണ്ട് പറഞ്ഞോ. ഫാത്തിമ തീനെ ക്ലിയർ അല്ല? ഓക്കെ, ഇനി ഇത് ഒരിക്കലും മറക്കരുത് കേട്ടോ. പെൻസിൽ ഒടിഞ്ഞ കാര്യം ഓർക്കണം, കോയിൻ പൊങ്ങി വന്ന കാര്യം ഓർക്കണം കേട്ടോ. ഇത് തന്നെയാ വാട്ടറിൽ നടന്ന. പിന്നെ പൊങ്ങി വന്നു എന്ന് നമുക്ക് വാട്ടറിൽ പറയാൻ പറ്റില്ലല്ലോ, കാരണം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ പെട്ടെന്ന് പൊങ്ങി ഒരു എങ്ങനെയാ സാറേ ഞങ്ങളെ പറ്റിക്കുവാണെന്നൊക്കെ പറയില്ലേ നിങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ സ്ലാബ് വെച്ച് കാണിച്ചതെന്നാണത് കേട്ടോ. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചു കോയിനിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് ആ കോയിൻ പൊങ്ങി വരുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ലാബ് കൂടെ ചെയ്തു നോക്കാൻ പറഞ്ഞത്. ഓക്കെ, അതാണ് പൊസിഷൻ മാറാനുള്ള കാരണം. ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ടാവും അല്ലെ? വാട്ടറിന്റെ അടിയിൽ പൊസിഷൻ മാറിയിട്ടുണ്ടാവും. അപ്പൊ അത് ഒടിയുന്ന പോലെ തോന്നും. ഓക്കെ, അല്ലെങ്കിൽ സൈസിൽ വ്യത്യാസം വന്ന പോലെ തോന്നും ചിലർക്ക്. ഓക്കെ, ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി ഒന്ന് നോട്ടിലായിട്ട് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, എഴുതി ഇത് മാറ്റി വെച്ചോ. ഇനി ഒരു ആക്ടിവിറ്റിയോടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി 1, മാജിക് കോയിൻ കേട്ടോ. ആക്ടിവിറ്റി 1 മാജിക് കോയിൻ. എന്താ നമ്മൾ ചെയ്തേ? ഒരു കോയിൻ, ഒരു ബോൾ BALL, സോറി BOW അല്ല കേട്ടോ, ബോൾ. ഓക്കെ, coin kept in a bowl and is not visible can be viewed by pouring water into it. അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? കാണാത്ത ഒരു പാത്രത്തിൽ വച്ച് കാണാത്ത ഒരു കോയിനിനെ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് നമ്മൾ കണ്ടു. രണ്ടാമത്തത്, കോയിൻ appear to be raised when viewed through glass slab. ഗ്ലാസ് സ്ലാബിലൂടെ നോക്കിയപ്പോ കോയിൻ വലുതായിട്ട് കണ്ടു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും അതിന്റെ ഭാഗമാണ് കേട്ടോ.
ഓക്കെ, ശരിക്കും ഈ ആക്ടിവിറ്റിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കോയിൻ മുകളിലോട്ട് ഉയർന്ന് കണ്ടു എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല, നമ്മളത് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് താഴെ അതും കൂടെ ആഡ് ചെയ്തേക്കുന്നത്, ഗ്ലാസ് ലാബിന്റെ കാര്യം കൂടി അത് ഓർക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഇനിയിപ്പോ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? കോയിൻ ഈസ് അപ്പിയർ ടു ബി റൈസ്ഡ്, കോയിൻ അപ്പിയർ ടു ബി റൈസ്ഡ് വെൻ പോറിംഗ് വാട്ടർ ഇൻ ടു ഇറ്റ് എന്ന് പറഞ്ഞാലും മതി എക്സാമിന് എഴുതുമ്പോൾ കേട്ടോ. ഓക്കെ, കോയിനുള്ള ബോളിലോട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ കോയിൻ ഉയർന്നു വരുന്നതായിട്ട് കണ്ടു. ക്ലാസ് ലാബിന്റെ കാര്യം പിന്നെ പറയണമെന്നില്ല. നിങ്ങൾ ഇപ്പൊ രണ്ടും എഴുതണമെങ്കിൽ രണ്ടും എഴുതിക്കോ കേട്ടോ. രണ്ടും എഴുതേണ്ടവർക്ക് രണ്ടും എഴുതാം. ഞാൻ പറഞ്ഞ എക്സാമിന് എഴുതുമ്പോഴേ ഇങ്ങനെ രണ്ടായിട്ട് എഴുതണ്ടെന്ന് പറയുമായിരുന്നു. ഓക്കെ, കോയിൻ അപ്പിയർ ടു ബി റൈസ്ഡ് വെൻ പോറിംഗ് വാട്ടർ, വെൻ പോർ വാട്ടർ ഇൻ ടു ഇറ്റ്. അതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്തപ്പോൾ കോയിൻ ഉയർന്നതായിട്ട് കണ്ടു എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റിസൾട്ട്. ഓക്കെ, കഴിഞ്ഞോ? ഫസ്റ്റത്തെ ആക്ടിവിറ്റി 1 കഴിഞ്ഞോ? ഇനി താഴെ ഒരു ഫിഗർ വരയ്ക്കാനുള്ള സ്പേസ് വരണം. ആ ഫിഗർ നമ്മളിപ്പോ വരയ്ക്കുന്നില്ല കേട്ടോ. ഒരു പേജ് 1/4 കേട്ടോ, ക്വാർട്ടർ, ഒരു പേജിന്റെ ക്വാർട്ടർ പോർഷൻ വിട്ടേക്ക്. നമ്മൾ ഇതിന്റെ ഫിഗർ ഇപ്പൊ വരയ്ക്കുന്നില്ല, നമ്മൾ ഇത് പഠിച്ചിട്ടേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇതെന്താണ് റിഫ്രാക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇപ്പോഴും എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല. അത് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ് കേട്ടോ. എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഇത് പോകൂലേ. ഓക്കെ ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്തത് ആക്ടിവിറ്റി 2. When a pencil is partially immersed in water, ഇത് മാജിക് പെൻസിൽ ആക്ടിവിറ്റി. ഒരു പെൻസിൽ പാതി വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് അപ്പിയേഴ്സ് ടു ബെൻഡ് അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ. അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ അണ്ടർലൈൻ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ കുറെ വാക്കുകൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ റിഫ്രാക്ഷനിലേക്ക് എത്തുക. ഓക്കെ, അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ എന്നുള്ള അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ ഇവിടെ എന്താ അണ്ടർലൈൻ ചെയ്യാനുള്ളത്? ഇവിടെ അണ്ടർലൈൻ ചെയ്യാനുള്ളത് അപ്പിയർ ടു ബി റൈസ്ഡ് എന്നുള്ള അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇവിടെ അപ്പിയർ ടു ബി റൈസ്ഡ്, ഇവിടെ അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ കേട്ടോ. അതിനാണ് ഞാൻ രണ്ടാമത്തെ ആക്ടിവിറ്റി തന്നത്. നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് ഇത് ബെൻഡ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഈ പൊസിഷന് മാറ്റം വരുന്നതെന്ന് അറിയണമല്ലോ. പൊസിഷൻ എവിടെ വെച്ചിട്ടാണ് മാറ്റം വന്നതെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റി. അപ്പൊ ഇതിന്റെ താഴെ അത് നിർബന്ധമായിട്ടും അതിന്റെ താഴെ അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ എന്നുള്ള അണ്ടർലൈൻ ചെയ്യാം. അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ സർഫസിൽ വെച്ചിട്ട്. ഓക്കെ, ഇനി വുഡൻ ടേബിൾ ഇല്ല എന്ന് പറഞ്ഞ ആരൊക്കെയാ? ഞാൻ നിങ്ങൾക്ക് വേറൊരു സജഷൻ ഞാൻ തരട്ടെ. എനിക്കറിയില്ല, കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഏതെങ്കിലും പഴയ ബുക്ക് ഉണ്ടെങ്കിലേ, ബുക്കിൽ നമുക്ക് ഈ പിൻ ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റില്ലേ? ആ പിന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പിൻ ബുക്കിൽ കുത്തി വെക്കാലോ. ഏതെങ്കിലും പഴയ ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് കുത്തി വെക്കാൻ പറ്റൂലോ. നിങ്ങൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എനിക്ക് ഇപ്പൊ എന്തോ തോന്നിയതാണ്, നിങ്ങളൊന്ന് നോക്ക്. അങ്ങനെ ചെയ്യാൻ പറ്റും. പറഞ്ഞോ. കാർഡ്ബോർഡ് പോലെ എക്സാം ഒക്കെ എഴുതണേ. മതി. അതിൽ കുത്തി വെക്കാൻ പറ്റൂലോ. നോക്കൂ, കുത്തി വെക്കാൻ പറ്റുമെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കുത്തി വെക്കാൻ പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. ഓക്കെ, ലോവർ ഹാൻഡ് ചെയ്തോ? എല്ലാരും ലോവർ ഹാൻഡ് ചെയ്തോ? ഇനി ലോവർ ഹാൻഡ് എല്ലാരും ചെയ്തോ? 2 ആക്ടിവിറ്റി കിട്ടിയോ? ഓക്കെ, ഇപ്പോഴും നമുക്ക് കഥയുടെ കുറെ പോർഷൻ അറിയില്ല, കാരണം കഥയുടെ ക്ലൈമാക്സ് എത്തിയിട്ടില്ല കേട്ടോ. ക്ലൈമാക്സ് ഇനിയാണ് വരാൻ പോകുന്നത്. ഓക്കെ, ക്ലൈമാക്സ് ആണ് നമ്മുടെ ആക്ടിവിറ്റി 3. എഴുതിക്കോ. ആക്ടിവിറ്റി 3, റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് ലാബ്. ആക്ടിവിറ്റി 3, റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് ലാബ്. ഗ്ലാസ് ലാബിലൂടെയുള്ള റിഫ്രാക്ഷൻ. ഓക്കെ, ആക്ടിവിറ്റി 3, റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് ലാബ്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഇതാണ് കേട്ടോ പേപ്പറിന്റെ ഇതില്ലേ, ഈ പിന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്റെ കടയിൽ നിന്ന് മേടിക്കുന്ന പിന്നൊന്നും കുത്തി വെച്ചേക്കരുത്. ഈ പിന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതിങ്ങനെ ഞാൻ നോക്കട്ടെ. ഈ ബുക്കിൽ കയറി ഇരുന്നോളൂല്ലോ, കുഴപ്പമില്ലല്ലോ. ബുക്കിൽ നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്നു കണ്ടോ, ഒരു കുഴപ്പമില്ല. കണ്ടോ, ഇങ്ങനെ വെച്ചാൽ മതി. കണ്ടോ, ബോർഡ് ബെഞ്ച് ഇല്ലാത്തവർ വിഷമിക്കണ്ട, വുഡൻ ബോർഡ് ഇല്ലാത്തവർ വിഷമിക്കണ്ട. നിങ്ങളുടെ ഏതെങ്കിലും പഴയ ബുക്ക് കേട്ടോ. ഇനി എഴുതുന്ന ബുക്ക് കീറരുത്. പഴയ ബുക്കിൽ ഇത് ഇങ്ങനെ കുത്തി വെച്ചാൽ ഇത് ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഉണ്ടല്ലേ, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ സയൻസ് സ്റ്റുഡൻസ് അല്ലേ, നമ്മളല്ലേ പിന്നെ ആരാ സൊല്യൂഷൻ കാണാം. ഓക്കെ ഓക്കെ, പറഞ്ഞോ. ആക്ടിവിറ്റി 2 കഴിഞ്ഞിട്ടാണോ സ്പേസ് വിടാൻ പറഞ്ഞേ? ആക്ടിവിറ്റി 2 കഴിഞ്ഞിട്ട് സ്പേസ് പറഞ്ഞേ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ആക്ടിവിറ്റി 2 കഴിഞ്ഞിട്ട് ഫിഗർ വരയ്ക്കാൻ സ്പേസ് വരണം. ആക്ടിവിറ്റി 2 കഴിഞ്ഞിട്ട് ഫിഗർ വരയ്ക്കാൻ സ്പേസ് വിട്ടിട്ട് ആക്ടിവിറ്റി 3. 1 കഴിഞ്ഞിട്ട് സ്പേസ് വേണം, 2 കഴിഞ്ഞിട്ടും വേണം കേട്ടോ. പിന്നെ കൺഫ്യൂഷൻ ആയി. 1 കഴിഞ്ഞിട്ട് 1ന്റെ ഫിഗർ വരയ്ക്കാനുണ്ട്, 2 കഴിഞ്ഞിട്ട് 2ന്റെ ഫിഗർ വരയ്ക്കാനുണ്ട്. ഓക്കെ, ഫാത്തിമ ഇർഫാൻ എന്റെ നേരെയാണോ പറയുന്നത്?
ഇയാളെന്ന് പറയുന്ന അല്ല ചുമ്മാ പറഞ്ഞ വെറുതെ പറഞ്ഞ. ആക്ടിവിറ്റി 1 കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി 1ന്റെ ഫിഗർ, ആക്ടിവിറ്റി 2 കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി 2യുടെ ഫിഗർ നമ്മൾ പക്ഷെ ഇപ്പൊ വരയ്ക്കുന്നില്ല. കാരണം നമുക്ക് അറിയില്ല എന്താ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഫിഗർ വരയ്ക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ആക്ടിവിറ്റി 3. ഓക്കെ, ആക്ടിവിറ്റി 3 നിങ്ങൾ ചെയ്യേണ്ടത് കണ്ട, എല്ലാരും ചെയ്തോ? ഓക്കെ, എല്ലാരും എടുത്തല്ലോ അല്ലെ? എടുത്തു. ഓക്കെ, ചാർട്ട് വുഡൻ ടേബിൾ ഒന്നും ഇല്ലാത്തവർ വിഷമിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ആ ഇതിൽ വെക്കുക, നിങ്ങളുടെ ബുക്ക് ഏതെങ്കിലും പഴയ ബുക്കിൽ വെച്ചാൽ മതി. ഇനി ഇതിനകത്തൊരു ഹോള് വീഴണ്ട കേട്ടോ. വീണാൽ കുഴപ്പം, ചെറിയൊരു ഹോള് ഫുൾ ഒരു 4-5 പേപ്പർ വരുമെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വെക്കണേ വയ്ക്കാം, അല്ലെങ്കിൽ ചാർട്ടിൽ ചെയ്യാം. ചാർട്ടിൽ ഓക്കെ, ചാർട്ട് എല്ലാവരും വെച്ച് എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിച്ചോ, അല്ലെങ്കിൽ പിൻ വെച്ച് ഒട്ടിക്കണോ. പക്ഷെ എനിക്ക് 4 പിന്ന് വേണം കേട്ടോ. ഈ 4 പിന്ന് എനിക്ക് വേണം. അതുകൊണ്ട് 4 പിന്ന് മാറ്റിയിട്ട് വേണം. എത്ര പിന്നുണ്ട് നൗറിന്റെ കിറ്റില്? എത്ര പിന്നുണ്ട്? 5 പിന്നുണ്ടല്ലേ? അയ്യോടാ, അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാ. 5 പിന്നുണ്ടോ? എന്നാ ഒരു പണി ചെയ്യാം. അത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചോ. ചാർട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചോ 5 പിന്നുള്ളവര് കേട്ടോ. കാരണം 4 പിന്ന് നമുക്ക് ആക്ടിവിറ്റിക്ക് ആവശ്യമുണ്ട്. 6 പിന്നുണ്ടോ? 6 പിന്നുണ്ടാവൂലേ? 6 പിന്നുണ്ട്. 6 പിന്നുണ്ട്. ഈ ചാർട്ടിന്റെ അപ്പുറം ഇപ്പുറം വെച്ചാൽ എങ്ങനെയുണ്ട്? ചാർട്ട് ആയതുകൊണ്ട്, പേപ്പറൊക്കെ ആണെങ്കിൽ കുഴപ്പം, ചാർട്ട് ആയതുകൊണ്ട് അപ്പുറം ഇപ്പുറം വെച്ചാൽ ഒരു പണി. സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചോ, അതായിരിക്കും നല്ലത് കേട്ടോ. ചാർട്ട് ആയതുകൊണ്ട് അനങ്ങാണ്ടിരുന്നോളില്ലേ, മാറിപ്പോണ്ടിരുന്നോളല്ലേ ചാർട്ട്. കുഴപ്പമുണ്ടോ? സാറ എന്താ സാറ പറഞ്ഞോ? അല്ല പറഞ്ഞോ, നിങ്ങളുടെ കാര്യങ്ങൾ പറയണോ, എന്നാലാണ് ഞങ്ങൾക്ക് അത് പിന്നീട് വരുമ്പോൾ വരുമ്പോ അടുത്ത ബാച്ചിൽ വരുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ പറ്റും. നമ്മൾ അങ്ങനെയല്ലേ ശരിയാവുക. ഓക്കെ, ഓരോ ആക്ടിവിറ്റി നമ്മൾ അങ്ങനെയാണ്. ആദ്യം ചെയ്യുമ്പോൾ കുറെയൊക്കെ തെറ്റുകൾ പറ്റും, പിന്നെ തിരുത്തിയാണ് പെർഫെക്റ്റ് ആവുക. എന്നാലും പെർഫെക്റ്റ് ആവില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. നത്തിങ് ഈസ് പെർഫെക്റ്റ്. പറഞ്ഞോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അനശ്വര പറഞ്ഞോ. സാർ എന്തോരം ഏതാ ചാർട്ട്? എന്തോരം ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഗ്ലാസ് ലാബ് വെച്ചാൽ മതി. ഈ ഗ്ലാസ് ലാബ് അതിനകത്ത് വെച്ചിട്ട് ഈ പിൻ അതിനകത്ത് അതിന്റെ ഫ്രണ്ടിൽ വെക്കണം. ഒരു ബുക്കിന്റെ ഒരു പേപ്പറിന്റെ വലിപ്പം തന്നെ ധാരാളമാണ് ആ ചാർട്ടില്. ബോർഡ് അതിന്റെ അടിയിൽ വെക്കാനാ. നമുക്ക് ഫിക്സ് ചെയ്യാൻ ഒരു പണി ചെയ്തോ, ഒന്ന് ഓഫ് ചെയ്തേ. അനശ്വര ബുക്കിൽ ചെയ്തോ എന്നാ. കാരണം ബോർഡിന്റെ പൊക്കത്തേക്ക് ചാർട്ട് വെച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്യുമ്പോ പിന്നെ പ്രശ്നമാവൂലേ? അല്ല, ചാർട്ട് വെച്ചിട്ട് പിന്നെ എന്റെ ബോർഡ് ഉണ്ട്, അപ്പൊ അതിന്റെ മേളിൽ പിന്നെ വെച്ച് കുത്തിയാ പോലെ 2 പിന്നുണ്ട് അല്ലാണ്ട്. എന്നാ അതായാലും മതി. ബോർഡിന്റെ പൊക്കത്ത് ചാർട്ട് വെച്ചിട്ട് ഈ പിന്ന് വെച്ച് ഫിക്സ് ചെയ്താലും മതി. 4 പിന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. 4 പിന്ന് നമുക്ക് ആക്ടിവിറ്റിക്ക് ആവശ്യമുള്ള മാറ്റി വെച്ചേക്കണം. ചാർട്ട് മറ്റേ ടേബിൾ ഇല്ലാത്തവർ ചെയ്യേണ്ട പറഞ്ഞല്ലോ. ടേബിൾ ഇല്ലാത്തവർ ബുക്കിൽ ചെയ്താൽ മതി. ബുക്കിൽ ഒരു ബ്ലാങ്ക് പേജ് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, കട്ടി കൂടിയ സ്ഥലമാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതായത് ബുക്കിന്റെ ഒരു സൈഡ് കട്ടി കുറഞ്ഞായിരിക്കും, ഒരു സൈഡ് കട്ടി കൂടുതലായിരിക്കും, നിങ്ങൾ എഴുതുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പൊ കട്ടി കൂടിയ സ്ഥലത്തായിരിക്കണം പ്ലേസ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഇത് ഇറക്കി വെക്കാൻ എളുപ്പത്തിന് കേട്ടോ. അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുമൊക്കെ ചെയ്യില്ലേ. ഓക്കെ, കട്ടി കൂടിയ സ്ഥലമാണെങ്കിൽ നമുക്ക് ശരിക്കും ഇറക്കി വെക്കാലോ. ചാർട്ട് ഒട്ടിച്ചെങ്കിൽ നിങ്ങൾ ആ ഗ്ലാസ് ലാബ് അതിന്റെ സെന്ററിൽ എടുത്ത് വെച്ചിട്ട് ക്യാമറ താത്തി വെച്ചു, എനിക്ക് കാണാൻ പാകത്തിന് കേട്ടോ. കാണാൻ പാകത്തിന് എല്ലാവരുടെയും എനിക്ക് കാണണേ. നിങ്ങളത് താത്തി വെക്കണം. ആ കാര്യം പ്രത്യേകം എപ്പോഴും നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഞാൻ കാണാൻ പാകത്തിന് എടുത്തു വെക്കുക കേട്ടോ. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതെന്ന് പഠിക്കാനുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമറ അതിനകത്തേക്ക് താത്തി വെച്ചേക്കാം. എന്റെ ഗ്ലാസ് ലാബ് നേരെ ഇതുപോലെ ഒറിജിനൽ ആയിട്ട് വെച്ചോ, അതിന്റെ സെന്ററിൽ എടുത്തു വെച്ചോ. ഓക്കെ, ഞാൻ ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരാം. ഓരോ സ്റ്റെപ്പും കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ഓക്കെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ആ ഗ്ലാസ് ലാബ് എല്ലാവരും വെച്ചാ മിടുക്കന്മാരാണല്ലോ. ഓക്കെ, നമ്മുടെ ഒരു ബുക്കിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാ, അതുപോലെ ഗ്ലാസ് ലാബ് വെക്കണം കേട്ടോ. ബുക്കിൽ ഒരു റെക്ടാങ്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാ, അതുപോലെ ഗ്ലാസ് ലാബ് വെക്കുക. നമ്മുടെ ബുക്കിൽ ഒരു റെക്ടാങ്കിൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കുക എന്നുള്ളത്, ഇത് എങ്ങനെയല്ലേ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കില്ലോ 3D ആയിട്ട്, ഇങ്ങനെയല്ലേ ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ വെക്കുക. ഓക്കെ, ഇത് കുറച്ച് ക്വസ്റ്റിനെയർ ഉണ്ട്. ക്വസ്റ്റിനെയർ മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ, സാറ് നിങ്ങൾക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. ക്വസ്റ്റിനെയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുവാണ്. നിങ്ങൾ അപ്പോൾ ഓരോ ക്വസ്റ്റിനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ബുക്കിലേക്ക് എഴുതിയെടുക്കുകയാണ്. അതാണ് മെത്തേഡ്. ആദ്യത്തെ 2 ആക്ടിവിറ്റിക്ക് അതിന്റെ ആവശ്യമില്ല, ചെറിയ ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം.
നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ എഴുതണ്ട, ഓരോ ആക്ടിവിറ്റി മുന്നോട്ട് പോകുന്തോറും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ചോദിച്ചോളാം നിങ്ങളുടെ അടുത്ത്, നമ്മുടെ ആക്ടിവിറ്റി മുന്നോട്ട് പോകുന്തോറും ഇതാരും എഴുതിയെടുക്കണ്ട. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനർ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, 7 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ റിഫ്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും പ്ലേസ് ചെയ്ത് കാണട്ടെ. ഹാരിസിന്റെ ഒക്കെ മുഖമാണ് കാണുന്നത്. ഹാരിസിന്റെ ഗ്ലാസ് ലാബ് എവിടെയാണ്? ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടു എല്ലാരും വെച്ചിട്ടുണ്ടോ? എല്ലാവരുടെയും കാണട്ടെ. മിടുക്കന്മാരും മിടുക്കുകളാണ്. അനശ്വരയുടെ എവിടെ? അനശ്വര ഓക്കെ, മിടുക്കി അനശ്വര, പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ മുഹമ്മദ് അമീനോ? ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടു. പിന്നെ ജീലാനി, വെരി ഗുഡ് വെരി ഗുഡ്. അൽഷിഫ, ഓക്കെ, എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെയാണ്, പെർഫെക്റ്റ്. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ ഗ്ലാസ് ലാബ് എടുത്ത് നിങ്ങളുടെ സെന്ററിലേക്ക് വെച്ച്, ബുക്കിൽ ചെയ്യുന്ന ഒരു ബുക്കിന്റെ സെന്ററിലേക്ക്, കണ്ടോ, അതിന്റെ സെന്ററിലേക്ക് എടുത്ത് വെച്ചു. സെന്ററിലേക്ക് വെച്ചോ? ബുക്കിൽ ചെയ്യുന്നവര് ബുക്കിൽ കേട്ടോ, സെന്ററിലേക്ക് എടുത്ത് വെച്ചു. ഞാൻ ഇതിൽ ചെയ്യാം, എവിടെ ചെയ്യാം, നിങ്ങൾ നോക്കൂ കേട്ടോ. എന്റെ അക്കൗണ്ട് ഒന്ന് പിൻ ചെയ്തേക്ക് കേട്ടോ. ആ ലുലു എന്നുള്ള ID ഒന്ന് പിൻ ചെയ്തേക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ആ ഗ്ലാസ് ലാബ് എടുത്തിട്ട് സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ ഗ്ലാസ് ലാബിന് ഒരു ബൗണ്ടറി വരയ്ക്കാൻ പോവാം. കണ്ടോ, ഈ ഗ്ലാസ് ലാബിന് ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഔട്ട്ലൈൻ വരയ്ക്കാം നമ്മൾ പെൻ യൂസ് ചെയ്തിട്ട്. എല്ലാവരും ഒന്ന് വരച്ചേ. ഈ ഗ്ലാസ് ലാബിന് ഒരു ഔട്ട്ലൈൻ വരച്ചേ. അതായത് ഇങ്ങനെ വരും. ഇത് കണ്ടോ, ഇവിടെ വരച്ച്, ഇവിടെ വന്നു, ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഞാൻ ഈ സ്ക്രീൻ തൽക്കാലം ഒന്ന് ഓഫ് ചെയ്യുവാണേ, ഞാൻ ഷെയർ ചെയ്തോളാം. ഓക്കെ, കണ്ട ബൗണ്ടറി വരച്ചു കഴിഞ്ഞില്ല? എല്ലാവരും എന്റെ കൂടെ ചെയ്ത് നോക്കുക, അങ്ങനെയാണ് തെറ്റൂല നിങ്ങൾക്ക് കേട്ടാ. എന്റെ കൂടെ നിങ്ങൾ ഒപ്പം ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് തെറ്റൂല, 100% ഉറപ്പാണ് കേട്ടോ. കൂട്ടം തെറ്റിയ ആടിനെയാണ് ചെന്നായ ആക്രമിക്കുക എന്ന് പറയുന്ന പോലെ, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്താൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ മാറിപ്പോയാൽ ആക്രമിക്കപ്പെടും കേട്ടോ. ഓക്കെ ഓക്കെ, ചെയ്തോ? എല്ലാവരും ചെയ്തല്ലോ. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. നമുക്ക് ഇതിനൊരു പേര് കൊടുക്കണം. പേര് കൊടുക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കൊടുത്താൽ അതല്ലേ നല്ലത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി, സാറേ ABCD അങ്ങനെ ചോദിച്ചാൽ ക്ലിയർ ആവും. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോമൺ ആയിട്ട് നിങ്ങൾ റെക്ടാങ്കിളിന്റെ നെയിം കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ, താഴെ ലെഫ്റ്റ് സൈഡിൽ ABCD ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങി. ഓക്കെ, ABCD എന്ന് വരും. ഇത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ വേണമെങ്കിൽ ബോർഡിൽ ഷെയർ ചെയ്ത് തരാം അതെങ്ങനെയാ വരയ്ക്കേണ്ടതെന്നുള്ളത്. ഇതാ, അത് ക്ലിയർ ആയവര് വരച്ചോട്ടോ, ക്ലിയർ ആയവര് വരച്ചോ, സമയം കളയണ്ട, ക്ലിയർ ആയവര് വരച്ചോ. ഇത് ഇങ്ങനെ വരും. നിങ്ങളിപ്പോ ഫ്രണ്ടിൽ ഒരു റെക്ടാങ്കിൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു റെക്ടാങ്കിൾ ഇതുപോലെ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെയിം കൊടുക്കേണ്ടത് ഇവിടെ A വരും. ഓക്കെ, താഴെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഒരു സ്റ്റെപ്പ് തെറ്റി അപ്പൊ തെറ്റും. ABC, കാരണം ഇനി ഞാൻ പറയുമ്പോൾ CD എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇതെല്ലാവരും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ABCD. ഓക്കെ, എല്ലാവരും കണ്ടോ, ഇതുപോലെയാണ് നിങ്ങൾ നെയിം ചെയ്യേണ്ടത്. ഓക്കെ, കഴിഞ്ഞോ കേട്ടോ. നമുക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടും, ഇതിൽ പേടിക്കണ്ട കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കറക്റ്റ് കേട്ട് ചെയ്തോളൂ. ഇനി കണ്ടല്ലോ, ഇനി അടുത്തത് നമ്മൾ ഇതിന് നോർമൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുവാണ്. നോർമൽ ആയിട്ട്, മനസ്സിലായോ? അതായത് ഇവിടെ ഇങ്ങനെ നോർമൽ ആയിട്ട് പെർപെൻഡിക്കുലർ, നോർമൽ എന്ന് ഞാൻ പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് ഓർക്കുക കേട്ടോ. പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഞാനിപ്പോ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ ഇതുപോലൊരു ലൈൻ ഇവിടെ വരും കണ്ടോ, ഒരു പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ലൈനിൽ ഇത്രേ ഉള്ളൂ, നമ്മൾ 2 പിന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. 1, നിങ്ങളുടെ കയ്യിലുള്ള 2 പിൻ ഉണ്ടല്ലോ, അടുത്ത് ഒരു പിന്ന് ഇവിടെ ഫിക്സ് ചെയ്യുക, ഒരു പിന്ന് ഇവിടെ ഫിക്സ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യനെയറിൽ ആദ്യ 2-3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യുക കേട്ടോ.
ഓക്കെ, ഓരോന്ന് ചെയ്യുമ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കുക. വെറുതെ ചെയ്തു പോലല്ല, ആക്ടിവിറ്റിയും ഇതും രണ്ടായിട്ട് കിടക്കരുത് കേട്ടോ. മനസ്സിലായോ? വെള്ളം വെളിച്ചെണ്ണ പോലെ രണ്ടായിട്ട് നിൽക്കരുത്. അതിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഇനി ആ പിന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും പിന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞോ? എന്നിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമുക്ക് എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്, ഈച്ച് വൺ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ 2 പിന്ന് അവിടെ ഫിക്സ് ചെയ്തോ. ആ ലൈൻ വരച്ചിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു ലൈൻ വരച്ചു, എന്നിട്ട് 2 പിന്ന് ഇവിടെ ഫിക്സ് ചെയ്തു. ഒരു പിന്ന് ഇവിടെ, ഒരു പിന്ന് ഇവിടെ. ആ ഡിസ്റ്റൻസ് ഒന്നും പ്രശ്നമല്ല, ആ വരയിൽ 2 പിന്ന് ഇരുന്നാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്റെ കാണാം. ഞാൻ ചെയ്യുന്നത് കാണാം. കണ്ടോ? ഞാൻ ഇവിടെ ഓപ്പോസിറ്റ് ഫേസിലാട്ടോ. CD എന്ന് പറയുന്ന ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് നോക്കേണ്ട വരും കേട്ടോ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇതേ ഗ്ലാസ് ലാബ് എടുത്തു വെച്ചു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കണ്ട പിള്ളേരെ ഇവിടെ ശ്രദ്ധിച്ചു, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് പറയാൻ പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുവാണ്, ഇവിടെ നിന്ന് കേട്ടോ. ഞാൻ ഈ ആരോ കൊടുത്തിരിക്കുന്ന ഡയറക്ഷനിൽ നമ്മൾ ആ സ്ലാബിലൂടെ അത് നോക്കുവാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ നോക്കുക, ഞാൻ ചെയ്യുന്നത് കണ്ടോ കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ടോ. നോക്കുമ്പോൾ ഒരു കണ്ണ് അടച്ചിട്ട് നോക്കുക, ഒരു കണ്ണ് അടച്ചിട്ട് നോക്കുക. അതിന്റെ പൊസിഷൻ എന്തെങ്കിലും മാറ്റം വന്നെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ നോക്കുക. ഇങ്ങനെ നോക്കിയിട്ട് അതിന്റെ പൊസിഷൻ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്തോ, അതിരിക്കുന്ന പൊസിഷനിൽ തന്നെയാണോ കാണുന്നത്? നേരെ നോക്കുക കേട്ടോ, നേരെ നോക്കുക. ഓക്കെ, എന്തെങ്കിലും മാറ്റം കണ്ടില്ലെങ്കിൽ ആൻഡ്രൈസ് ചെയ്തോ. മാറ്റം ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൻഡ്രൈസ് ചെയ്തോ. ഒരു മാറ്റം അതിനകത്ത് കാണുന്നില്ലെങ്കിൽ ആൻഡ്രൈസ് ചെയ്തോ. അതിരിക്കുന്ന വേറെ മാറ്റം ഒന്നും കാണുന്നില്ലെങ്കിൽ ആൻഡ്രൈസ് ചെയ്തോ. അതിരിക്കുന്ന പൊസിഷനിൽ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. ഹാൻഡ് റൈസ് ചെയ്തോ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് നമുക്ക് കുറച്ച് ആൻസർ ചെയ്യാനുള്ള ബോധം വെളിവ് നിങ്ങൾക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനുള്ളത് ആയിട്ടുണ്ട്. കഴിഞ്ഞോ? ആൻസർ ഒന്നും മാറ്റം കണ്ടില്ലേ? ഇനി മാറ്റം കണ്ടവര് പറഞ്ഞോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞോ. മാറ്റം കാണാത്തവർ ആൻഡ്രൈസ് ചെയ്തോ. മാറ്റം കണ്ടവർ എന്തെങ്കിലും മാറ്റം കണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആൻഡ്രൈസ് ചെയ്തോ. ഇല്ല, ആരും മാറ്റമൊന്നും കണ്ടിട്ടില്ല. അഫിൻ എന്തോ മാറ്റം കണ്ടിട്ടോ. അഫിൻ പറയും കേട്ടോ. ആ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. അഫിൻ പറഞ്ഞോ. പിന്നെ വെച്ചോണ്ടിരിക്കാം. വച്ചോണ്ട ഞാൻ ഓർത്ത് ഇവനെന്താ ആൻഡ്രൈസ് ചെയ്യാത്ത. ഓക്കെ, മാറ്റം ആരും കണ്ടിട്ടില്ല. സ്വാലി ഒന്നും കണ്ടിട്ടില്ല അല്ലേ? സ്വാലിയ മാറ്റം കണ്ടോ? ഇല്ല. അരീന മാറ്റം കണ്ടോ? ആൻഡ്രൈസ് ചെയ്യ. ഞങ്ങൾ ആരും മാറ്റം കണ്ടിട്ടില്ല എന്ന് തോന്നണം കേട്ടോ. അതിന് മറക്കൂല നമ്മൾ ആരും. മാറ്റമില്ല. ഇത് നിങ്ങൾ ബുക്കിലും എഴുതാൻ പാടില്ല കേട്ടോ. ബുക്കിലും നമ്മളിനി അത് മനസ്സിലാവും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ പറഞ്ഞ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത്രയും പേര് എത്ര പേര് പറഞ്ഞേ? 40-45 പേര് പറഞ്ഞേക്കോ ഒരു മാറ്റം കണ്ടിട്ടില്ല. അപ്പോ മാറ്റമില്ല അല്ലേ? ഓക്കെ, ആരെങ്കിലും ഒരാൾ മാറ്റം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആ ഫാത്തിമ പി എ മാറ്റം കണ്ടോ? ആ മാറ്റം പറഞ്ഞോളൂ ഫാത്തിമ. സാർ ഞാൻ കമന്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ പ്രതീക്ഷയും പോയി. നിങ്ങൾ ആരും മാറ്റം കണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ തരട്ടെ. ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന രീതിയുണ്ട്. നിങ്ങൾ വെറുതെ ട്രൂ ഓർ ഫോൾസ് എന്നൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ അവിടെ കണ്ട കാര്യം മാത്രം എഴുതിയാൽ മതി. അതായത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എഴുതുമ്പോ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കാണാം. നമ്മൾ വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. വി ക്യാൻ സീ ആൻ ഒബ്ജക്ട്. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് പിന്നാണ്. ആ ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത് ലൈറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് നമ്മളുടെ കണ്ണിൽ എത്തുമ്പോഴാണ്. ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ നമ്മളുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റ് കാണുന്നത്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തോ. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തേ. നമ്മൾ ആക്ടിവിറ്റി ആണ്, സമയം കുറവായിരിക്കും. നിങ്ങൾ കണ്ണടച്ച് പെട്ടെന്ന് ആൻസർ ചെയ്തോളണം കേട്ടോ. ഞാൻ ചോദിച്ചോളാം. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ആ പിന്നിൽ നിന്നുള്ള ലൈറ്റ് റേ ഗ്ലാസ് വഴി നിങ്ങളുടെ കണ്ണിൽ എത്തിയപ്പോഴാണ് നിങ്ങൾ പിന്ന് കണ്ടത്. അതാ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ ഒബ്ജക്റ്റ് കാണുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും കണ്ണടച്ചേ. കണ്ണ് ശരിക്കും അടച്ചേ. എന്നിട്ട് ട്രൂ ആണെന്നുള്ളവരൊന്ന് കൈവയ്ക്കേ. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുള്ളവരൊന്ന് കൈവയ്ക്കേ. ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത് ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ നമ്മളുടെ കണ്ണിൽ എത്തുമ്പോഴാണ്. ഓക്കെ, ഇനി ഇത് ഫോൾസ് ആണെന്നുള്ളവരൊന്ന് കൈവയ്ക്കേ. കൈതാത്തിക. ഇനി ഇത് ഫോൾസ് ആണെന്നുള്ളവരൊന്ന് കൈവയ്ക്കേ. അനീറ്റ ഫോൾസ് ആണ് എന്നാ പറഞ്ഞോ? ഇല്ല, ആർക്കും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ പിന്നിൽ നിന്നുള്ള ലൈറ്റ് റേ ഗ്ലാസ് വഴി നിങ്ങളുടെ കണ്ണില് എത്തി. ഓക്കെ ആണല്ലോ?
അതുകൊണ്ട് നിങ്ങൾ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ കണ്ടെങ്കിൽ ആ വരുന്ന ലൈറ്റ് റേ അതുപോലെ നേരെ വന്നിട്ടില്ലേ? ഓക്കെ, ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോ. We can see an object when light from that object reaches our eyes. അത് ട്രൂ ആണ്. അതുകൊണ്ട് ട്രൂ ഓർ ഫോൾസ് നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വേണി ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ ഹെഡിങ് കൊടുത്തോ. ഒബ്സർവേഷൻ ആക്ടിവിറ്റി 3യുടെ ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു റെക്ടാംഗിളും കൂടെ അതിനകത്ത് കയറി വരും കേട്ടോ. അപ്പൊ സൈഡിലോ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് സ്പേസ് വരണമെങ്കിൽ അങ്ങനെ വിട്ടാലും മതി. ആദ്യം തന്നെ വരയ്ക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പൊ ആ റെക്ടാംഗിൾ എഴുതാനുള്ള സ്പേസ് വരണമെങ്കിൽ വിടാം, അല്ലെങ്കിൽ സൈഡിൽ റെക്ടാംഗിൾ വരയ്ക്കാൻ കുറച്ച് സ്പേസ് വിട്ടാലും മതി. എത്ര മണിക്കാ പറഞ്ഞു? 7ക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ 7ക്ക് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തരും കേട്ടോ, ഫീഡ്ബാക്കിന്റെ കാര്യം. അപ്പൊ അത് കേട്ടിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഫീഡ്ബാക്ക് ഫോമിന്റെ കാര്യമാണ്. ഓക്കെ, ഉടനെ ലെഫ്റ്റ് ആയി പോരുത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൊസിഷനോടെ ക്വസ്റ്റ്യൻ പോയി. ഓക്കെ, പൊസിഷൻ നോക്കിക്കോടാ. അല്ല, ക്വസ്റ്റ്യൻ നോക്കിക്കോ. പൊസിഷൻ ഓഫ് പിൻ ഡാഷ് when we kept it perpendicular to the glass slab. ഗ്ലാസ് ലാബിന് പെർപെൻഡിക്കുലർ ആയിട്ട് പിൻ വെച്ചിട്ട് നമ്മൾ എ ബി എന്ന സൈഡിൽ നിന്ന്, അതാ ഞാൻ എ ബി എല്ലാവരും ഒരുമിച്ചിടാൻ പറഞ്ഞത്, എ ബി എന്ന സൈഡിൽ നിന്ന് നോക്കിയപ്പോ പിന്നിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തില്ല, ചേഞ്ച് ചെയ്തു നമ്മൾ പറയില്ല, കാരണം പിന്നെ അവിടെ തന്നെ ഫിക്സ് ആണ്. അപ്പിയർ ടു ചേഞ്ച് നമ്മൾ പറയുള്ളൂ, ചേഞ്ച് ചെയ്താലും കേട്ടോ. അപ്പിയർ ടു ചേഞ്ച്, ആ കാര്യം ഓർക്കാം. എപ്പോഴും നമ്മൾ റിഫ്രാക്ഷൻ പറയുമ്പോഴാണെങ്കിലും റിഫ്ലക്ഷൻ പറയുമ്പോഴാണെങ്കിലും ഒക്കെ ചേഞ്ച് അപ്പിയർ ടു എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ കുറെ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സാം പേപ്പർ നോക്കിയപ്പോൾ എല്ലാവരും തന്നെ ആരും അങ്ങനെ നേരെ പറഞ്ഞിട്ടില്ല, എല്ലാവരും തന്നെ അപ്പിയർ ടു എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. വെർച്വൽ ഇമേജ് ഒക്കെ തന്നു, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ആ വാക്ക് ഉപയോഗിക്കാൻ മറക്കരുത്, അതാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കേട്ടോ. ജീലാനിക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇനി പറഞ്ഞോ. ഇനി എല്ലാവരും കണ്ണടച്ചേ. പൊസിഷൻ ഓഫ് പിൻ ചേഞ്ച് ചെയ്തില്ല എന്നുള്ള ഒരു ഡസിൻ ചേഞ്ച് ആണെന്ന് കൈപൊക്കി. പൊസിഷൻ ഓഫ് പിൻ ഡസിൻ ചേഞ്ച്. ഓക്കെ, പൊസിഷൻ ഓഫ് പിൻ ചേഞ്ച് ആണെങ്കിൽ ഒന്ന് കൈപൊക്കി. പൊസിഷൻ ഓഫ് പിൻ ചേഞ്ച് ഇല്ല, എഴുതിക്കോ. പൊസിഷൻ ഓഫ് പിൻ ഡസൻ ചേഞ്ച് വെൻ വി കെപ്റ്റ് ഇറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഗ്ലാസ് ലാബ്. നിങ്ങൾ ആ ബ്രാക്കറ്റിലുള്ളത് എഴുതണ്ട, നിങ്ങൾ അതിന്റെ ആൻസർ എഴുതിയാൽ മതി. ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് മനസ്സിലായ രൂപത്തിലും കോലത്തിലും നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. ഞാൻ പിന്നെ ഈ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ തന്നത്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പം. ചിലപ്പോൾ ചില വാക്ക് ചിലർക്ക് ഇപ്പോൾ പെർപെൻഡിക്കുലർ പ്രശ്നമാണെങ്കിൽ നോർമൽ എന്ന് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, നോർമൽ എഴുതണേ നോർമൽ എഴുതാം. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഗ്ലാസ് ലാബ് എന്ന് എഴുതണേ അങ്ങനെ എഴുതാം. എ ബി എന്ന് എഴുതാണ്ടേ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഗ്ലാസ് ലാബ് എന്ന് എഴുതണേ അങ്ങനെ എഴുതാം, ഒരു കുഴപ്പം. ഓക്കെ, പക്ഷെ എഴുതി പിടിപ്പിക്കാൻ അറിയണം കേട്ടോ. ഇത് എഴുതി, അതായത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ കണ്ടീഷൻ. ലാംഗ്വേജ് ഇല്ലാത്തവർ കാണാതെ പഠിക്കുക, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല കേട്ടോ. ലാംഗ്വേജ് ഉള്ളവർക്ക് ഇതിപ്പോ വലിയ ലാംഗ്വേജ്, ഫിസിക്സിലൊന്നും വലിയ ലാംഗ്വേജ് പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളല്ല പറയുന്നുള്ളൂ, ഒത്തിരി വലിയ ഇംഗ്ലീഷ് ഒന്നും അല്ലല്ലോ, എസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ലൈറ്റ് റേ ഫോളിംഗ് പെർപെൻഡിക്കുലർ ടു ദി ഗ്ലാസ് ലാബ്. അവിടെ നോർമൽ എന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം, കുഴപ്പമില്ല. ലൈറ്റ് റേ ഫോളിംഗ് നോർമലി ടു ദി ഗ്ലാസ് ലാബ് ട്രാവൽ സ്ട്രൈറ്റ്. ഒന്നാമത്തെ ഓപ്ഷൻ നോർമൽ ആയിട്ട്, ഇപ്പൊ ഗ്ലാസ് ലാബിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് റേ വരുന്നെങ്കിൽ അത് സ്ട്രൈറ്റ് ആയിട്ട് പോകും. രണ്ടാമത്തെ ഓപ്ഷൻ അത് നോർമലിലേക്ക് ചേർന്ന് പോകും. മൂന്നാമത്തെ ഓപ്ഷൻ അത് നോർമലിൽ നിന്ന് മാറിയാണ് പോകും. നോർമൽ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഓൾറെഡി നോർമൽ തന്നെയാണ് വരച്ചേക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നേരെയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. നേരെയാണെങ്കിൽ അത് സ്ട്രൈറ്റ് പോവോ ബെൻഡ് പോവോ, അതാ ക്വസ്റ്റ്യൻ. ലൈറ്റ് റേ നേരെയാണെങ്കിൽ അത് സ്ട്രൈറ്റ് ആയിട്ട് പോവോ ബെൻഡ് ചെയ്യോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും കണ്ണടച്ചേ. ഓക്കെ, കണ്ണടക്ക്, എല്ലാവരും കണ്ണ് തുറക്കരുത് കേട്ടോ. നിങ്ങളുടെ ആൻസർ കിട്ടണം, നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ആ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞു. ഇനി ബെൻഡ് ചെയ്യുന്നുള്ളൊരു കൈവയ്ക്കേ. ലൈറ്റ് റേ ബെൻഡ് ചെയ്തിട്ടാണ് എന്റെ കണ്ണിൽ എത്തിയെന്നുള്ളൊരു കൈവയ്ക്കേ. ഇല്ല അല്ലെ, ലൈറ്റ് റേ ബെൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, വെരി ഗുഡ്, എക്സലന്റ് കേട്ടോ. ലൈറ്റ് റേ ബെൻഡ് ചെയ്തിട്ടില്ല. ലൈറ്റ് റേ എങ്ങനെയാ വന്നേക്കുന്നത്? ലൈറ്റ് റേ സ്ട്രൈറ്റ് ആയിട്ടാണ് നമ്മളുടെ കണ്ണിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, എഴുതിക്കോ. ലൈറ്റ് റേ സ്ട്രൈറ്റ് ആണ്, ലൈറ്റ് റേ ഫോളിംഗ്, അത് അണ്ടർലൈൻ ചെയ്യണം. ഇതാണ് നമുക്ക് ആക്ടിവിറ്റിന്ന് വേണ്ടത് കേട്ടോ. നിങ്ങളുടെ ചിലപ്പോൾ സ്കൂളിൽ ചിലപ്പോൾ ഇതായിരിക്കും ആദ്യം പറഞ്ഞു തരിക, ലൈറ്റ് റേ ഫോളിംഗ് നോർമലി വിൽ നോട്ട് ബെൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ, എങ്ങനെ ബെൻഡ് ചെയ്യുന്നില്ല, എന്താണ് തെളിവ്, എന്താണ്, ഇങ്ങനെയൊക്കെ സംശയങ്ങൾ വരാം. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഇതിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ എഴുതിക്കോ. ലൈറ്റ് റേ ഫോളിംഗ് പെർപെൻഡിക്കുലർ ടു ദി ഗ്ലാസ് ലാബ് ട്രാവൽ സ്ട്രൈറ്റ്, അത് അണ്ടർലൈൻ ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ട സാധനം. അതാ
അതായത് ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റർ വരുന്നെങ്കിൽ അത് ബെൻഡ് ചെയ്യില്ല, അത് സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ കണ്ണിലെത്തുക. ഇതാണ് കോൺസെപ്റ്റ്, ഇതാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു ഒറ്റ ലൈനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. കാർഡ്ബോർഡ് എടുത്ത് ഒട്ടിച്ച് അല്ലേ, നമുക്കൊക്കെ പ്രാന്ത് അല്ലേ. പക്ഷെ ഇതിനി മറക്കൂല നിങ്ങൾ, ആ ഒരു പ്രത്യേകത. മറ്റത് മറന്നു പോകും, കാണാതെ പഠിക്കണൊക്കെ ഒരു ഈ SLC കഴിയുമ്പോൾ മറന്നു പോകും. ഓക്കെ, കണ്ടല്ലോ. ഇനി ആരും പറയരുത്, ഇനി സർഫസിന് നോർമൽ ആയിട്ട് ഒരു ലൈറ്റർ വരുമ്പോ ബെൻഡ് ചെയ്യുന്ന മിണ്ടിപ്പോരുത് കേട്ടോ, ബെൻഡ് ചെയ്യരുത്. ബെൻഡ് ചെയ്തില്ല, കാരണം നമ്മൾ ആ ലൈറ്റർ ആ പൊസിഷനിൽ തന്നെയാണ് ഈ ഒബ്ജക്റ്റ് കണ്ടത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. ഇനിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. അതുകൊണ്ട് ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഗ്ലാസ് ലാബ് എടുത്ത് പ്ലേസ് ചെയ്യുക. ഗ്ലാസ് ലാബ് എടുത്തിട്ട് അവിടെ തന്നെ പ്ലേസ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെയല്ല ലൈൻ വരയ്ക്കാൻ പോകുന്നത്, ഒരല്പം ചെരിച്ചു വരയ്ക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പം കിട്ടും. കണ്ടോ, ഇതിൽ നോക്കിക്കോ ഞാൻ എങ്ങനെയാ വരയ്ക്കുന്നത് കേട്ടോ, ഇതിൽ നോക്കിക്കോ. അപ്പൊ നമുക്കിനിയിപ്പോ ആ പോയിന്റിൽ നിന്ന് തന്നെ വരയ്ക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പൊ പിന്നെ നോർമൽ വേറെ വരയ്ക്കണ്ട. അതായത് ഈ പോയിന്റിൽ നിന്ന് തന്നെ ചെരിച്ചൊരു ലൈൻ വരയ്ക്കുക. അതായത് ഇതുപോലെ ഈ പോയിന്റിൽ നിന്ന് ചെരിച്ച്, മനസ്സിലായല്ലോ? ഇൻക്ലൈൻഡ് ആയിട്ട് ഇരുന്നാൽ മതി, എത്ര ഡിഗ്രി ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഒരു 30 ഡിഗ്രി 40 ഡിഗ്രിയുടെ ഒക്കെ ഇടയ്ക്ക് ഇരുന്നാൽ നല്ല, അതിന്റെ ഒക്കെ ഇടയ്ക്ക് വന്നാൽ മതി. പറഞ്ഞോ. സംശയങ്ങളുടെ അപ്പ ചോദിച്ചോളൂ, അതിൽ യാതൊരു മടിയും വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, സംശയങ്ങളുടെ അപ്പ ചോദിച്ചോളണം. എന്നിട്ട് നമ്മൾ നേരത്തെ വച്ചേർന്ന 2 പിന്നിനി അഴിച്ചിട്ടേ ഇവിടെ വെച്ചോ കേട്ടോ. നേരത്തെ വച്ചേർന്ന 2 പിന്നിനി വെക്കേണ്ടത് ഈ 2 ലൈനിൽ വെച്ചോ. ഇത് അഴിച്ചെടുത്തോ, ഇത് ഊരിയിട്ട് എന്ത് ചെയ്യാ, ആ 2 പിന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചോ. പറയാലോ, ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു പ്രശ്നമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇത് ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് വരച്ചേക്കണോ, ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ കണ്ടോ? ആ ലൈനിൽ ഈ പറഞ്ഞ 2 പിന്ന് ഫിക്സ് ചെയ്യുക. ആ ആദ്യം വെച്ചിരുന്ന പിന്ന് 2 അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുക. ഇനി നമ്മൾ ലൈറ്റർ ചെരിഞ്ഞു വരുന്നെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇപ്പൊ എവിടെയാണ്, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഇനി സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെയിം പ്രൊസീജിയർ ആണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോ കേട്ടോ, സംശയമുള്ളവർ എന്റെ നോക്കിക്കോ. ഞാൻ ഇവിടെ ഇതിലൊരു പിൻ ഫിക്സ് ചെയ്തു, ഇവിടെ ഒരു പിന്ന് ഫിക്സ് ചെയ്തു. ഓക്കെ, ഈ 2 പിന്ന് ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഗ്ലാസ് ലാബ് വെച്ചു. ഇനി ഞാൻ ഒരു കണ്ണടച്ചിട്ട് നോക്കുവാണ്. അതിന്റെ പൊസിഷൻ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുമ്പോ? മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവെക്ക. ആരെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവെക്ക. ഒന്ന് പറയാമോ, വോയിസ് ഓൺ ചെയ്ത് പറയാമോ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ? അതിന്റെ അകത്തോട് നോക്കുക, അതായത് ഒരു കണ്ണടച്ചിട്ട് ആ പിന്നെ നമ്മൾ നേരത്തെ നോക്കിയ പോലെ നോക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മുകളിലോട്ട് നോക്കുക, ആ പിന്നെ ശരിക്കും ഇരിക്കുന്ന എവിടെയാ നോക്കുക. എന്നിട്ടൊന്ന് താഴേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, മുകളിലോട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ചേഞ്ച് അതിന്റെ പൊസിഷന് തോന്നിയിട്ടുണ്ട്? നിസാറയ്ക്ക് ചേഞ്ച് ഉണ്ടോ, പൊസിഷന് ചേഞ്ച് ഉണ്ടോ, അതോ അതേ പൊസിഷനിൽ തന്നെയാണ് കാണുന്നത്? സർ, എന്റെ മുകളിലെ ടോപ്പിലത്തെ ആ ഒരു സർക്കിൾ പോലത്തെ എനിക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോ താഴത്തുള്ളത് മുകളിലത്തേനേക്കാളും കുറച്ച് അങ്ങോട്ട് നീങ്ങി നിൽക്കണം. ഓക്കെ, പക്ഷെ എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും ഇത് കണ്ട് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അല്ലെ. കാരണം പല കുട്ടികളും പല രീതിക്കാണ്. ഓക്കെ, പല കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകും. അതിനാണ് ഞാൻ 2 പിന്നോട് എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അടുത്ത പിന്നോണ്ട് എന്താ ചെയ്യേണ്ടത്, ഈ പൊസിഷൻ ചേഞ്ച് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാ കേട്ടോ. അപ്പൊ നിങ്ങൾ അടുത്ത പിന്നെടുക്കുക, അടുത്ത 2 പിന്നെടുക്കുക, വീണ്ടും 2 പിന്നെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ, ഇത് എവിടെ നോക്കിക്കോട്ടോ. ഈ 3ാമത്തെ പിൻ ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിച്ചു, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചു. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേട്ടോ, ഇതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം ഇനിയാണ്. ഈ 3ാമത്തെ പിൻ ഉണ്ടല്ലോ, ഈ 3ാമത്തെ പിൻ
ഈ തേർഡ് പിൻ എടുത്തിട്ട് ഞാൻ ഒരു കണ്ണടച്ച് ഇവിടെ നോക്കിക്കോ, എല്ലാവരും ഇവിടെ നോക്കിക്കോ, അല്ലെങ്കിൽ കിട്ടൂല കേട്ടോ. എല്ലാവരും ഇവിടെ നോക്കിക്കോ, പ്രധാനപ്പെട്ടതാണ്, കിട്ടൂല. അബിയൊക്കെ എന്തോ വീഡിയോ ഓഫ് ചെയ്തേക്കുന്നത്? അബിയ ഓക്കെ, ഇവിടെ നോക്ക് കേട്ടാ. ഇനി ഞാൻ ഒരു കണ്ണടച്ച് നോക്കിയിട്ടേ ഈ 2 പിന്ന് ഒറ്റ ലൈനിലാണ്, ഈ 3 പിന്ന് ഒറ്റ ലൈനിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. ഞാൻ മൂന്നാമത് എടുത്തേക്കുന്ന പിന്നുണ്ടല്ലോ, ഈ 3 പിന്ന് ഒറ്റ ലൈനാകും ഭാഗത്തിന് ഇതുപോലെ വെച്ചോ. നിങ്ങൾ അവിടെ നിന്ന് നോക്കിക്കോ. എന്നിട്ട് ഈ മൂന്നാമത്തെ പിൻ വെക്കുമ്പോൾ അത് 3 ഒറ്റ ലൈനിലായിരിക്കും. അപ്പൊ അതിന്റെ പൊസിഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ. ഗ്ലാസ്സിലൂടെ നോക്കണം കേട്ടോ, മുകളിൽ കൂടെ നോക്കിയിട്ട് അതിന്റെ പൊസിഷൻ വെക്കരുത്. ഗ്ലാസ്സിലൂടെ നോക്കിയിട്ട് ആ 3 പിൻ ഇരിക്കുന്ന പൊസിഷൻ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ വേണമെങ്കിൽ ക്യാമറ ഓൺ ആക്കി കാണിച്ചു തരാം. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സംശയം വരാൻ ചാൻസ് കുറവാണല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഞാൻ വേണമെങ്കിൽ ക്യാമറ ഓൺ ആക്കാം. വേണോ? തിരിച്ചു വെച്ചാ ആർക്കെങ്കിലും ക്യാമറ ഓൺ ആക്കി പറഞ്ഞെങ്കിൽ പറഞ്ഞോ, ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് കാണിച്ചു തരാം. ഒറ്റ ലൈനായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്. കാണുന്നില്ല? എല്ലാവരും കാണുന്നില്ല? ആർക്കെങ്കിലും വേണോ? വേണ്ടല്ലോ. കണ്ണടച്ച് തലയൊക്കെ ചിരിച്ച് നോക്കിക്കോ കേട്ടോ. തലയൊക്കെ ചിരിച്ച് ഒറ്റ ലൈനായിട്ട് തോന്നണം, അവിടെ വെക്കാവുള്ളൂ കേട്ടോ. ഇത് 3 ഒറ്റ ലൈനിലായിരിക്കും. നിങ്ങൾ പിടിച്ചു നോക്കിക്കോ, അത് 3 ഒറ്റ, അതായത് പുറകിലായിരിക്കും. നിങ്ങൾ അസംബ്ലിക്കൊക്കെ നിൽക്കുന്ന പോലെ ഈ 3 പിന്നെ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് കാണാൻ പറ്റണം. അല്ല, കാണരുത് കേട്ടോ, ഒന്നിന്റെ പുറകെ ഒന്ന് നിൽക്കണം, അപ്പൊ കാണുമല്ലോ. ഓക്കെ, അങ്ങനെ തോന്നിയെങ്കിൽ ആ 3ാമത്തെ പിന്നെ അവിടെ ഫിക്സ് ചെയ്തു. അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങൾ 3ാമത്തെ പിന്നെ അവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, 3ാമത്തെ പിന്നെ ഫിക്സ് ചെയ്ത എല്ലാവരും കണ്ണടച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, അയ്യോ ഇനി സാറിന് എന്ത് തോന്നും, എല്ലാരും വിചാരിക്കില്ലേ ഞാൻ മണ്ടനാന്ന് കേട്ടോ. വിചാരിച്ചോട്ടെ, എന്താ കുഴപ്പം? നമ്മൾ മണ്ടൻ അല്ലെങ്കിൽ ആര് വിചാരിച്ചാലും നമ്മൾ മണ്ടനാവോ? ഇല്ല കേട്ടോ. അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട കേട്ടോ. ചോദിച്ചു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. കണ്ണടച്ച് ഇങ്ങനെ നോക്കും കണ്ടോ. ഇപ്പൊ 3 ഒറ്റ ലൈനിലാണ്. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന അകത്ത് കാണുന്ന കേട്ടോ, അകത്ത് കാണുന്ന ഗ്ലാസ് ലാബിനകത്തൂടി കാണുന്ന 2 പിന്നും നിങ്ങൾ പുറത്ത് വെച്ചിരിക്കുന്ന പിന്നും ഒറ്റ ലൈനിലാണ്. ഓക്കെ, പക്ഷെ ഇത് ഒരു പിന്നൂടെ നമുക്ക് വേണം, എന്നാലാണ് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു പിന്നൂടെ കേട്ടോ, ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പിന്നൂടി എടുക്കാം. എന്നിട്ട് ഇപ്പൊ നമുക്ക് 3 പിന്ന് നോക്കാനുണ്ട്. ഈ 3 പിന്ന് എവിടെയാണോ സ്ട്രെയിറ്റ് ആയിട്ട് തോന്നുന്നത് അവിടെ പോയിട്ട് ഈ 4ാമത്തെ പിന്നും വെക്കുക. അതായത് നോക്കിക്കഴിഞ്ഞാൽ 4 പിന്നും കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കണ്ടാ. എന്റെ നോക്കിയാൽ കറക്റ്റ് ആണ് കണ്ടാ, 4 പിന്നും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സമാധാനത്തോടെ ചെയ്താൽ മതി കേട്ടോ, ഒട്ടും ധൃതി കൂട്ടി തെറ്റിക്കണ്ട കേട്ടാ. ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ നിൽക്കണ്ട. ഒരു ഹോൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, അത് ഫിക്സ് ചെയ്താൽ മതി കേട്ടോ. ഹോൾ അതിനകത്ത് വന്നാൽ പിന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഫിക്സ് ചെയ്യണ നേരെ നോക്കി ഫിക്സ് ചെയ്തോ. പിന്നെ കഴുത്തുവേന എടുക്കും അല്ലെങ്കിൽ. ഓക്കെ, കഴിഞ്ഞാ? ഓക്കെ, കഴിഞ്ഞാ? അതുപോലെ നമുക്ക് സമയം അതിക്രമിച്ചു പോയി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ഈ ആക്ടിവിറ്റിയുടെ പാർട്ട് ഇപ്പൊ തീർത്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം. അപ്പൊ ഇത് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. അടുത്ത ദിവസം ഫിസിക്സിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ തലേന്നൊന്ന് നോക്കുക, ഇന്ന് ചെയ്ത ആക്ടിവിറ്റിയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ, അതൊന്ന് കണ്ടിട്ട് ആക്ടിവിറ്റി ഓർത്തിരിക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നിന്റെ കണ്ട എല്ലാവരും വെച്ചല്ലോ. ഇനി നിങ്ങൾ എല്ലാവരും ആ ഗ്ലാസ് ലാബ് എടുത്ത് മാറ്റുക. ഗ്ലാസ് ലാബ് എടുത്ത് മാറ്റിക്കേ. ഇനി നമുക്ക് ഗ്ലാസ് ലാബിന്റെ ആവശ്യമില്ല. എന്നിട്ട് എല്ലാവരും ആ ക്യാമറയിലേക്ക് നിങ്ങൾ വെച്ചേക്കണ പിന്നൊന്ന് കാണിക്കാവോ? എല്ലാവരും ഒന്ന് കാണിച്ച് ഞാൻ നോക്കട്ടെ. ഇങ്ങനെ താത്തിട്ട് എല്ലാവരും കാണട്ടെ. ഓക്കെ. ഇനി നിങ്ങൾ നോക്കിയേ, ആ 2 പിന്ന് ആദ്യം ഇരുന്നതും ഇപ്പൊ ഇരുന്നതും തമ്മിൽ പൊസിഷൻ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോന്ന് ഒന്ന് നോക്കിയേ. ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അണ്ടർറൈസ് ചെയ്തേ. ആ 2 പിന്നെ അപ്പുറം ഇരുന്നത് 2 പിന്നെ ഇപ്പുറം ഇരിക്കുന്ന ഒരേ ലൈനിൽ തന്നെയാണോ നോക്കിയേ. നിങ്ങൾ ഒരേ ലൈനിലാണ് കണ്ടത്, ഇപ്പൊ ഒരേ ലൈനിലാണോ? ആണോ അനശ്വര? അല്ല സാർ. അല്ല, ലൈൻ ഒറ്റ ലൈനിലാണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റ ലൈനിലാണെങ്കിൽ പറഞ്ഞോ. വേറെ ലൈൻ മാറിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനി ആരാ? അൽഷിഫ പറഞ്ഞോ അൽഷിഫ. അല്ല സാർ, രണ്ട് സൈഡിലാ. അതാ ചോദിച്ചേ. 2 ലൈനിലാണെങ്കിൽ അതാ വേണ്ടേ. 2 ലൈനിലാണെങ്കിൽ നിങ്ങൾ ആൻഡ്രൈസ് ചെയ്തോ. 2 ലൈനിലായിരിക്കുന്നെങ്കിൽ ആൻഡ്രൈസ് ചെയ്തോ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോ.
ഞാൻ ബോർഡ് ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ തിയറി പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഒരു ചിലപ്പോൾ ഒരു 1-2 മിനിറ്റ് കൂടി പോയാൽ കേട്ടോ, എല്ലാവരും ഒന്ന് സഹകരിക്കാം. ഓക്കെ, അതിൽ കൂടില്ല, ഒരു 1-2 മിനിറ്റ് കേട്ടോ. ഇവിടെ നോക്കി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 പിന്നുണ്ടാവും അല്ലെ, 2 പിന്ന് കിട്ടിയിട്ടുണ്ടാവും. 2 പിന്നിന്റെ പൊസിഷൻ ഉണ്ട്. ഇനി ഈ പിന്നെല്ലാം മാറ്റുക. എന്നിട്ട് നിങ്ങൾ ആ പിന്നിരുന്ന പൊസിഷനിൽ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. അത് ഇങ്ങനെ ശ്രദ്ധിച്ചോട്ടോ, ശ്രദ്ധിച്ചിട്ട് മതി. ഇതാ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അതായത് ആ AB എന്ന ഫേസിലേക്ക് വരും ആ ലൈൻ, ആ പിന്നിരുന്ന പൊസിഷൻ. പറഞ്ഞോ. സാർ ആ പിന്ന് മാറ്റിയിട്ട് വരച്ചാൽ മതിയോ? ആ പിന്ന് മാറ്റിയാലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിന് സൈഡിലേക്ക് വേണ്ട, പിന്നിരിക്കുന്ന പൊസിഷനിൽ വരച്ചാൽ മതി. പിന്നെ മാറ്റിയിട്ട് വരച്ചു. ഇനി ചോദിച്ചോ കേട്ടോ, അതൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ പിന്നെടുത്തിട്ടൊക്കെ അവിടെ വരച്ചോണ്ടിരിക്കും. അപ്പൊ അനശ്വര ചോദിച്ചു കുറെ പേർക്കൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ചോദിച്ചോളണം എന്ന് പറഞ്ഞു എന്തുണ്ടെങ്കിലും കേട്ടോ. പിന്ന് മാറ്റിയിട്ട് ആ പിന്നിരിക്കുന്ന പൊസിഷനിൽ ഇതുപോലെ 2 ലൈൻ വരച്ചെങ്കിൽ മൂന്നാമത്തെ ഒരു ലൈൻ കൂടെ ഉണ്ട്. എന്നാൽ അതിന് അതും കൂടെ പറയട്ടെ. മൂന്നാമത്തെ ഒരു ലൈനിന്റെ കാര്യം കൂടി ഞാൻ പറയാം. മൂന്നാമത്തെ ലൈൻ സിമ്പിൾ ആണ്. മൂന്നാമത്തെ ലൈൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതിന് 2 കണക്ട് ചെയ്തിട്ട് വരയ്ക്കണം. ഇതിന് 2 ഈ 2 ലൈനിനെ കണക്ട് ചെയ്തിട്ട് മൂന്നാമത് ഒരു ലൈൻ കയറി വരും കണ്ടോ. ഈ 2 ലൈനിനെ കണക്ട് ചെയ്തിട്ട് മൂന്നാമത് ഒരു ലൈൻ കയറി വരും. ഓക്കെ, ഇങ്ങനെ 3 ലൈൻസ് കയറി വരും. ഈ ലൈൻ പെർപെൻഡിക്കുലർ ഒന്നും ആവണമെന്നില്ല കേട്ടോ. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആവണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ പെർപെൻഡിക്കുലർ പോലെ തോന്നിയെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പെർപെൻഡിക്കുലർ കിടക്കും. നിങ്ങൾ കറക്റ്റ് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണോ കിട്ടുന്നത് അങ്ങനെ നിർത്തുക. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടിയത് അങ്ങനെ നിർത്തുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങളുടെ ആ സ്ക്രീനിൽ നിങ്ങൾ വരച്ചിരിക്കുന്ന ഫിഗർ വൃത്തിയായിട്ട് കാണാൻ പാകത്തിന് ഇതുപോലെ വെക്കുക. ഈ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആരുടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, ആരുടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു, ഇപ്പൊ തന്നെ ഞാൻ പറയാലോ കേട്ടോ. ഇത് മനസ്സിലായി. ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്തോട്ടെ, സ്ക്രീൻ പ്രസന്റേഷൻ ഓഫ് ചെയ്തോട്ടെ. ഈ 3 ലൈൻ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എല്ലാവരും ക്യാമറയിൽ ഒന്ന് വൃത്തിയായിട്ട് കാണിച്ചു. ഞാനൊന്ന് നോക്കട്ടെ. ക്യാമറ കാണിച്ചു. എല്ലാവരും ക്യാമറ കാണിച്ചു. എല്ലാവരും കാണിച്ചു. ഞാൻ ദേ പിടിച്ചു 2 സെക്കൻഡ്. ആ വരച്ച എല്ലാവരും ആ പിന്നൊക്കെ മാറ്റിക്കോ. അല്ല, ഇനി പിന്നൊന്നും വേണ്ട നമുക്ക് കേട്ടോ. പിന്നിന്റെ ഒന്നും ആവശ്യമില്ല ഇനി. ആ പിന്നൊക്കെ മാറ്റിക്കോ. എന്നിട്ട് എല്ലാവരും ക്യാമറ കാണിക്കേ. ആ 3 ലൈൻ എവിടെ? ഫാത്തിമ സുബൈർ പറയുന്നത് കേൾക്കുമ്പോഴാണ് 3 ലൈൻ വരയ്ക്കാൻ പറഞ്ഞ 1 ലൈൻ വരച്ചിട്ടാ ക്യാമറ കാണിക്കാം. 3 ലൈൻ ആ പിന്ന് മാറ്റിക്കോ. പിന്നിന് വേണ്ട കേട്ടോ, പിന്ന് വേണ്ട. പിന്നിന്റെ ഉപയോഗം കഴിഞ്ഞു നമ്മുടെ. ഓക്കെ, എല്ലാവരും ക്യാമറ വെച്ചോ. ഇതുപോലെ പിടിച്ച റെക്ടാംഗിൾ നമ്മൾ പ്ലേസ് ചെയ്തുപോലെ തന്നെ വെക്കട്ടോ. പ്ലേസ് എല്ലാവരും വെക്കരുത്. എല്ലാവരും വെയിറ്റ് ചെയ്ത് അവരൊക്കെ കൈ വേദനിക്കും. പെട്ടെന്നാവട്ടെ അല്ലാഹ ഫാത്തിമ എന്നാണ്ട് നിങ്ങൾ കാരണം എത്ര കുട്ടികളെ കൈയും പിടിച്ച് നിൽക്കുന്നത് നോക്കി. അല്ല അങ്ങനെ കാണിച്ചെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇനി ആരെങ്കിലും കാണിക്കാത്തുണ്ടോ? ആരെങ്കിലും ഇതിനകത്ത് കാണിക്കാത്തുണ്ടോ? ഞാൻ നോക്കട്ടെ. ആരെങ്കിലും എനിവൺ ആരെങ്കിലും ഇതേ കണ്ടോ? ജീലാനിയൊക്കെ വരയ്ക്കണുള്ളൂ. ജീലാനി ആണ്ട ആരോ ഇന്ന് ഇപ്പൊ ഇടണ്ടാട്ടാ. ആരോയൊക്കെ നമ്മൾ ജീലാനി ക്യാമറ കാണട്ടെ. ക്യാമറ പെട്ടെന്ന് കാണിക്കുന്നത്. ജീലാനിക്ക് വേണ്ടി ഇവര് ജീലാനിയുടെ പ്രാഗമാണ് ഇവര്. ഓക്കെ, എല്ലാവരും വച്ചല്ലോ അല്ലെ. ഇനി ആരും കാണിക്കുക. എല്ലാവരും നല്ല വെരി ഗുഡ്. അനീറ്റ വെച്ചിട്ടില്ല, ആഷ്ന വെച്ചിട്ടില്ല. പെട്ടെന്നാവട്ടെ. സമയം കളയുവാണ് ഇവര്. സമയം കളയുവാണ്. കുറച്ച് പുറകോട്ട് പിടിച്ച് ആഷ്നമോളുടെ ഭയങ്കര സൂമായിട്ടാ. എനിക്കൊരു ലൈൻ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ കുറച്ച് താത്തി പിടിച്ചോ. ഇതെങ്ങനെയാ വച്ചിരിക്കുന്ന? ആഷ്ന കറക്റ്റ് ആയിട്ടാണോ പിടിച്ചിരിക്കുന്നത്? അതെ സാർ, അതെയോ? എന്നാ വെയിറ്റ് ഒരു 10 സെക്കൻഡ് കേട്ടോ. ഞാൻ അപ്പത്തേക്ക് എടുത്തോളാം. എല്ലാരും കാണിച്ചിട്ടുണ്ടല്ലോ. അൽഹ ഓക്കെ. വെയിറ്റ് ചെയ്യേ. നോക്കട്ടെ. ഞാൻ പറയുന്നവര് താത്തിക്കോട്ടോ. പറയുന്നവര് താത്തിക്കോ. അൽഷിഫ രജീഷ് അൽഷിഫ താത്തിക്കോളൂ. അബിയ സുൽത്താന താത്തിക്കോ. സഹറ താത്തിക്കോ. അഫിൻ താത്തിക്കോ. നൗറിൻ താത്തിക്കോ. അച്ചുസാറ താത്തിക്കോ. മുഹമ്മദ് അയാൻ താത്തിക്കോളൂ. അൽസാബിത്ത് താത്തിക്കോ. മുഹമ്മദ് അൻഷിദ് താത്തിക്കോ. അലൈന താത്തിക്കോളൂ. ഫാത്തിമ സുബൈർ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. താത്തിക്കോളൂ. അൽഹ കുഴപ്പമില്ല. എല്ലാവരും നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരാളുടെ ആയിട്ട് പറഞ്ഞല്ല, എല്ലാവരും നന്നായിട്ടുണ്ട്. ബോബി താത്തിക്കോളൂ. തഫ്സീർ താത്തിക്കോ. കുഴപ്പമില്ല. ഭീമ താത്തിക്കോളൂ. ആഷ്നമോളെ പെട്ടെന്ന് കാണിച്ചാ. മുഹമ്മദ് അമീൻ കൊള്ളാം. താത്തിക്കോ. യഹിയ എങ്ങനെ പിടിച്ചിരിക്കുന്നത് നോക്കി. യഹിയ തിരിച്ചു വെച്ചു ക്ലാസ് ലാബ്. കണ്ടാ, ഞാൻ പറഞ്ഞ കേട്ടില്ല യഹിയ കേട്ടാ. അങ്ങനെയാണ് ക്ലാസ് ലാബ് വെക്കാൻ പറഞ്ഞേ. അത് പറയുന്നത് കേട്ടില്ലെങ്കിലുള്ള പ്രശ്നമായി യഹിയ കേട്ടാ. ഇത് മനസ്സിലാക്കിക്കോ. ഇനി ഫാത്തിമ ചിയൻ
ഫാത്തിമ ചെയ്യാൻ കുഴപ്പമില്ല താത്തിക്കൊണ്ട് എല്ലാവരും നേരെ വെച്ചപ്പോ ഈ മാത്രം തലതിരിഞ്ഞു പോയതുണ്ടോ? നമ്മൾ അങ്ങനെ തലതിരിഞ്ഞു പോകും പറഞ്ഞ കേട്ടില്ലെങ്കിൽ കേട്ടോ. ഹന ഫാത്തിമ പെട്ടെന്ന് ആവട്ടെ. ഹനയുടെ എവിടെ? എൽദോസ് താത്തിക്കോ, അഫ്ര താത്തിക്കോ, നിഷാന താത്തിക്കോ, പെട്ടെന്ന് അമാന താത്തിക്കോ. അനീറ്റയുടെ എങ്ങനെ വെച്ചിരിക്കുന്നത്? അനീറ്റ പിടിച്ചേക്കണ തലതിരിഞ്ഞാണോ? അനീറ്റ തിരിച്ചു വെച്ച അനീറ്റ എനിക്ക് കാണണ്ടേ? എനിക്കത് കറക്റ്റ് എവിടെ നിന്ന് ലൈൻ കാണാം. ഓക്കെ, വെരി ഗുഡ്, വെരി താത്തിക്കോ. ഫാത്തിമ ഇർഫാനെ കാണുന്നല്ലോ, എന്തോ ഒരു മാർക്ക്, എന്താണ് ഒരു പാട് പോലെ എന്തോ കാണുന്നത്? തിരിച്ചാണോ വെച്ചിരിക്കുന്നത്? ഇല്ല, തിരിച്ചാണോ പിടിച്ചിരിക്കുന്നത്? അല്ലല്ലോ, തിരിച്ചു പിടിച്ചേക്കുവാന്ന് തോന്നണല്ലോ. ഫാത്തിമത്ത് ഷെർബാൻ താത്തിക്കോളൂ, വെരി ഗുഡ്. ജീലാനി താത്തിക്കോളൂ. അതെയാ, എന്താ എനിക്കൊരു പാട് പോലെ കിട്ടും, കുഴപ്പമില്ല. സ്വാലിക കാണിച്ചേ. അരീനയുടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. അരീന ഒന്നോടെ ചെയ്ത് നോക്കട്ടാ. അരീന ഒന്ന് കാണിച്ചു നോക്കട്ടെ. പ്രശ്നമല്ല അല്ലെ അരീന? മേളിൽ നിന്ന് ലൈൻ നേരെ നീട്ടി വരക്കണ്ടായിരുന്നു അലീന കേട്ടാ. നീട്ടി വരക്കേണ്ട കാര്യമില്ലായിരുന്നു. അതാ, വേറെ കുഴപ്പമൊന്നുമില്ല, തെറ്റാൻ വഴിയില്ല ഇത് കേട്ടാ. ഇനി എവിടെ? ഭീമാ നവാസ് താത്തിക്കോ, ആമിന അഷ്റഫ് താത്തിക്കോ, ഫാത്തിമ ഇസ്മായില് തിരിച്ചാണ് പിടിച്ചേക്കുന്നത് അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. ഫാത്തിമ പി എ കുഴപ്പമില്ല. നിഷാന ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമ ബി വി ഓക്കെ. ഫാത്തിമത്ത് സാല ഓക്കെ, എക്സലന്റ്. ഭീമ പി സിദ്ദീഖ് എവിടെ? ഭീമയുടെ എവിടെ? ഓക്കെ, എല്ലാവരും താത്തിക്കോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരിസെ കൊള്ളാം, എല്ലാവരും എക്സലന്റ്, വെരി ഗുഡ് കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, നമുക്ക് ഇതിന്റെ റിസൾട്ടും ഇതിന്റെ കൺക്ലൂഷനും ഇതിന്റെ ഒബ്സർവേഷനും എന്താണ് ഇതിന്റെ പിന്നിലെ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ട്വിസ്റ്റും ടേണൊക്കെ പറയണമല്ലോ നമ്മള്. ഓക്കെ, ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. ഇനി വേറെ കാര്യം ഫീഡ്ബാക്ക് ഫോമിന്റെ എന്തോ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാനുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആവും. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ലല്ലോ, ഡൗട്ട് ആർക്കും വരാൻ ചാൻസ് ഇല്ലല്ലോ. ഇന്നെല്ലാം ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. പറഞ്ഞോ. പറഞ്ഞോ ഫാത്തിമ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സാർ എന്റെ വരയ്ക്കാൻ പറ്റില്ലായിരുന്നു, എന്റെ പുറത്തോട്ട് പോയിരുന്നു ആ ട്രയാങ്കിളുടെ. വരയ്ക്കാൻ പറ്റാണ്ട് തന്നെ എങ്ങനെയാ? ട്രയാങ്കിൾ അല്ല, റെക്ടാങ്കിൾ. എന്തോ പ്രശ്നമുണ്ടോ? ഒന്നോടെ റെക്കോർഡ് ക്ലാസ് കേട്ട് എന്താ പറഞ്ഞതെന്ന് ഒന്നോടെ നോക്കിക്കേ കേട്ടോ. അങ്ങനെ വരില്ലല്ലോ, കാരണം എന്ത് നമ്മൾ പുറത്തേക്ക് പോവാൻ അങ്ങനത്തെ ഒരു വിഷയം ഇല്ലല്ലോ. ഒന്ന് നോക്ക്, എന്തോ പറഞ്ഞത് മോള് കേട്ടതിൽ എന്തോ മിസ്റ്റേക്ക് ആയിരിക്കണം കേട്ടോ. അത് നോക്ക്. ഓക്കെ, ഇനി